പരിശുദ്ധാത്മാവേ, ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു. പരിശുദ്ധാത്മാവേ, സ്വർഗം തുറന്നീ Come Lord Jesus. നീ വരണേ. Come Holy Spirit. Abba Father. ആത്മാവാം ദൈവമേ വരണേ. ആത്മാവേ, എന്റെ ഉള്ളിൽ Yes, Lord. വസിക്കാൻ വരണേ. I thirst for you. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, നിനക്ക് വേണ്ടി ദാഹിക്കുന്ന പരിശുദ്ധാത്മാവേ, നിനക്ക് വേണ്ടി ഞാൻ കരയുക പരിശുദ്ധാത്മാവേ. നീ എന്റെ ജീവിതത്തിലേക്ക് വരണേ പരിശുദ്ധാത്മാവേ. എന്നെ തള്ളിക്കളയല്ലേ പരിശുദ്ധാത്മാവേ. രോഗപീഠകളും ദുഃഖങ്ങളും വേദനകളും കോവിഡും ഒക്കെ മനുഷ്യനെ വല്ലാതെ വിഷമിപ്പിക്കുക. കുടുംബങ്ങൾക്ക് വല്ലാത്ത കഷ്ടപ്പാടിലൂടെ കടന്നു പോവുക. അനേകം മക്കള് ലോകമെമ്പാടും ഇരുന്ന് വിവിധ രാജ്യങ്ങളിലും വിവിധ ദേശങ്ങളിലും ഇരുന്ന് ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുക. ലോകം മുഴുവൻ ഒരു പെന്തക്കോസ്തിയാക്കി മാറ്റുകയാണല്ലോ. അഗ്നിനാവായി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, സൗഖ്യമായി നീ എന്നിൽ വരണേ. അത്ഭുത സൗഖ്യം രോഗത്താൽ ഞാൻ വലഞ്ഞിടുമ്പോൾ എന്റെ പരിശുദ്ധാത്മാവേ, സൗഖ്യമായി നീ എന്നിൽ വരണേ. ഈ രോഗപീഠയിലേക്ക് ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. Yes, I trust in you, Holy Spirit. ആത്മാവാം ദൈവമേ നിന്നെ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. വരണേ. പരിശുദ്ധാത്മാവേ, പല തകർച്ചകളിലൂടെയാ മക്കൾ കടന്നു പോകുന്നത്. പല ദുരന്തങ്ങളിലൂടെയാ മക്കൾ കടന്നു പോകുന്നത്. പല സങ്കടങ്ങളിലൂടെയാ മക്കൾ കടന്നു പോകുന്നത്. ആത്മാവേ, അങ്ങ് ഞങ്ങൾക്കുള്ള വാഗ്ദാനമാ. അങ്ങ് ഞങ്ങൾക്കുള്ള വാഗ്ദാനമാ. എന്റെ പൊന്നു കർത്താവ് ചങ്ക് വിളർന്നത് നിന്നെ തരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. ഈ കുരിശിന്റെ ചുവട്ടിൽ നിന്ന് ഈ ബലിയിൽ പങ്കെടുക്കുന്ന ഈ മക്കളുടെ വേദനകളിലേക്ക് ദുഃഖങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ വല്ലാത്ത ഭാരങ്ങള്, ശക്തിയായി നീ നിറഞ്ഞിടണേ. വല്ലാത്ത ആകുലതകള്, ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോൾ പരിശുദ്ധാത്മാവേ, ശക്തിയായി നീ നിറഞ്ഞിടണേ. ആത്മാവാം ദൈവമേ വരണേ. ചേർന്ന് പാടാവോ? ആത്മാവിൽ നിറഞ്ഞ് എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. വലിയ ദാഹത്തോടെ ആത്മാവാം ദൈവമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദാഹത്തോടെ സ്തുതിച്ച മക്കളെ, ദാഹത്തോടെ സ്തുതിച്ച് നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരാൻ പോവുക. നിന്റെ ദുഃഖങ്ങളെ മാറ്റാൻ പോവുക. നിന്റെ തകർച്ചകളെ മാറ്റാൻ പോവുക. നിന്റെ നിരാശകളെ മാറ്റാൻ പോവുക. നിന്റെ പരാജയങ്ങളെ മാറ്റാൻ പോവുക. നിന്റെ തകർച്ചകളെ മാറ്റാൻ പോവുക. പരിശുദ്ധാത്മാവേ, മക്കളിലേക്ക് വരണേ പരിശുദ്ധാത്മാവേ. ഈ ശുശ്രൂഷയിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ മക്കളിലേക്ക് വരണേ പരിശുദ്ധാത്മാവേ. ഈ സങ്കടങ്ങളിലേക്ക് വരണേ പരിശുദ്ധാത്മാവേ. ഈ കണ്ണീരിലേക്ക് വരണേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദൈവമക്കളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇത് ദൈവത്തിന്റെ സമയമാണ്. ഗോഡ്സ് ടൈം. ഇറ്റ് ഈസ് ഗോഡ്സ് ടൈം. ഇറ്റ് ഈസ് അവർ ഓഫ് ഗ്രേസ്. ഇത് കൃപയുടെ മണിക്കൂർ. നീ വിചാരിക്കാത്ത രീതിയിൽ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുന്ന, നീ വിചാരിക്കാത്ത രീതിയിൽ ദൈവം നിന്നോട് കരുണ കാട്ടുന്ന ഒരു വിശുദ്ധ മണിക്കൂർ, ഒരു വിശുദ്ധ ദിവസമാണ് പൈതലെ. വിശ്വസിക്കുക. ആസ്ക് ആൻഡ് യു വിൽ റിസീവ്. നീ ചോദിക്കുക, നിനക്ക് നിശ്ചയമായും കിട്ടും. എന്ത് വേണേലും ചോദിച്ചോ. അവിടുന്ന് പറഞ്ഞതല്ലേ, നിങ്ങൾ എന്ത് വേണേ ചോദിച്ചോ, എന്ത് വേണേ ചോദിച്ചോ, അവൻ തരും. ദൈവമക്കളെ, വിശ്വസിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവന്റെ കരങ്ങളിൽ നീ സമർപ്പിക്കണം. വേദനിക്കുന്ന, ദുഃഖിക്കുന്ന, പ്രത്യേക കോവിഡ് രോഗപീഠങ്ങളിൽ ദുഃഖിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകം സമർപ്പിക്കുക. യേശുവേ, എൻ്റെ യേശുവേ, എത്ര വലിയ സങ്കടങ്ങളിലൂടെയാ മക്കള് പോകണേ. എത്ര വലിയ ഒറ്റപ്പെടലാ കർത്താവേ. ദേശത്ത് ദാരിദ്ര്യം, പ്രകൃതിക്ഷോഭം, പകർച്ചവ്യാധി, ദുരന്ത മണ്ണായിട്ട് ഞങ്ങളുടെ മണ്ണ് തീർന്നിരിക്കുക. ഇതാ വിശുദ്ധ അന്തോനീസിന്റെ കോട്ടയത്ത് നാഗമ്പടത്തുള്ള തീർത്ഥാടന കേന്ദ്രത്തില് ഇപ്പോൾ ഈ ബലിയർപ്പിക്കപ്പെടുന്ന പൊന്നു കർത്താവേ, നിന്റെ കാൽവരി മല തന്നെയാണിത്. നിന്റെ രക്തം ഇവിടെ വീഴട്ടെ. നിന്റെ കണ്ണീര്, ഓ കർത്താവേ, നിന്റെ നോട്ടം ഞങ്ങളുടെ മേലുണ്ടാവണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ആഗ്രഹിച്ച മക്കളെ, ഈ തിരുബലിയുടെ ആദ്യ നിമിഷങ്ങളില് ഒരു വലിയ അഭിഷേകത്തിന്, ഒരു വലിയ കാരുണ്യത്തിന്, നിന്റെ ദൈവം കാരുണ്യമാണ്. ഈശോയെ, നിന്നെ ചേർത്ത് പിടിക്കുന്നവനാ, നിന്നെ ചേർത്ത് പിടിക്കുന്നവനാ നിന്റെ ദൈവം.
തള്ളിക്കളയാൻ അറിയാത്തവൻ, ഉപേക്ഷിക്കാൻ അറിയാത്തവൻ, ഒരിക്കലും ഉപേക്ഷിക്കാത്തവൻ. ഈശോയേ, 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ദൈവമക്കളെ, ദൈവത്തിന്റെ കരുതലിന്റെ ഒരു ദിവസം, ദൈവത്തിന്റെ കരുണയുടെ ഒരു ദിവസം, ദൈവം നിലവിളി കേൾക്കുന്ന ഒരു ദിവസം, ദൈവം അത്ഭുതം ചെയ്യുന്ന ദിവസം നമുക്ക് ഓരോ ചൊവ്വാഴ്ച ഇതാ അനേകായിരങ്ങൾ ലോകമെമ്പാടും ഇരുന്ന് സാക്ഷ്യം പറയുന്നത് ദൈവത്തിന്റെ വലിയ കാരുണ്യത്തെ പറ്റിയാണല്ലോ. നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ തിരുവലി അർപ്പിക്കാം. അനുഗ്രഹിക്കുവാനായിട്ട് കൈനീട്ടി നിൽക്കുന്ന പൊന്നു കർത്താവിനെ കണ്ട് നന്ദി പറ. ഈശോയെ, ഇന്നെന്നെ നീ അനുഗ്രഹിക്കുന്നതിന്, ഈ ആരാധനയുള്ള നീ എന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം ചെയ്യുന്നതിന് വിശ്വസിക്കും. മക്കളെ, ഏത് നിയോഗമായിക്കൊള്ളട്ടെ, 3 നിയോഗങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചോ. ഈ തിരുവലിയിൽ ഒരു 3 നിയോഗങ്ങൾ നീ പറഞ്ഞു പ്രാർത്ഥിക്കുക. അത്ഭുതമാകും അത്, അഭിഷേകമാകും അത്, അനുഗ്രഹമാകും അത്. ഈശോയെ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, ക്രിസ്തുവേ കനിയേണമേ, കർത്താവേ കനിയേണമേ, കർത്താവേ കനിയേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, പാതുവായിലെ വിശുദ്ധ അന്തോനിയെ സമുന്നത സുവിശേഷ പ്രഘോഷകനും അത്യാവശ്യ സന്ദർഭങ്ങളിൽ പ്രത്യേക മധ്യസ്ഥനുമായി അങ്ങേ ജനത്തിനങ്ങ് നൽകിയല്ലോ. അദ്ദേഹത്തിന്റെ സഹായത്താൽ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രബോധനങ്ങൾ പിഞ്ചെന്ന് എല്ലാ പ്രതിസന്ധികളിലും അങ്ങേ സഹായകനായി ഞങ്ങൾ അനുഭവിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്ന്, രാജാവിൻ്റെ ഹൃദയം കർത്താവ് നിയന്ത്രിക്കുന്ന അരുവിയാണ്. അവിടുന്ന് തനിക്കിഷ്ടമുള്ളിടത്തേക്ക് അതിനെ ഒഴുക്കിവിടുന്നു. മനുഷ്യന് തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നുന്നു, എന്നാൽ കർത്താവ് ഹൃദയം തൂക്കി നോക്കുന്നു.
നന്മയും നീതിയും അനുഷ്ഠിക്കുന്നതാണ് കർത്താവിന് ബലിയേക്കാൾ സ്വീകാര്യം. ഗർവം നിറഞ്ഞ കണ്ണുകളും അഹങ്കരിക്കുന്ന ഹൃദയവും ദുഷ്ടരുടെ പ്രൗഢിയും പാപകരമത്രേ. ഉത്സാഹശീലമുള്ളവരുടെ ആലോചനകൾ തീർച്ചയായും സമൃദ്ധി കൈവരുത്തുന്നു. തിടുക്കം കൂട്ടുന്നവർ ദുർഭിക്ഷത്തിൽ തികയുള്ളൂ. കള്ളം പറയുന്ന നാവ് നേടിത്തരുന്ന സമ്പത്ത് പെട്ടെന്ന് തീരോഭവിക്കുന്ന നീരാവിയും മരണത്തിൻ്റെ കെണിയുമാണ്. ദുഷ്ടൻ്റെ ഹൃദയം തിന്മ അഭിലഷിക്കുന്നു. അവൻ അയൽക്കാരനോട് ദയ കാണിക്കുന്നില്ല. പരിഹാസകൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് സരളചിത്തൻ ജ്ഞാനിയായിത്തീരുന്നു. ബോധനം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടുന്നു. നീതിമാൻ ദുഷ്ടൻ്റെ ഭവനം നിരീക്ഷിക്കുന്നു. ദുഷ്ടൻ നാശത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. ദുഷ്ടൻ്റെ നിലവിളക്ക് ചെവി കൊടുക്കാത്തവന് വിലപിക്കേണ്ടി വരും. അത് ആരും കേൾക്കുകയുമില്ല. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. കർത്താവേ, അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവർ, കർത്താവിൻ്റെ നിയമം അനുസരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയുടെ പ്രമാണങ്ങൾ നിർദ്ദേശിക്കുന്ന വഴി എനിക്ക് കാണിച്ചു തരണമേ. ഞാൻ അങ്ങയുടെ അത്ഭുതകൃത്യങ്ങളെ പറ്റി ധ്യാനിക്കും. കർത്താവേ, അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാൻ വിശ്വസ്തയുടെ മാർഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അങ്ങയുടെ ശാസനങ്ങൾ എൻ്റെ കൺമുമ്പിലുണ്ട്. ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കാനും പൂർണ്ണ ഹൃദയത്തോടെ അതനുസരിക്കാനും വേണ്ടി എനിക്ക് അറിവ് നൽകണമേ. കർത്താവേ, അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ഞാനതിൽ സന്തോഷിക്കുന്നു. ഞാൻ അങ്ങയുടെ കൽപ്പനകൾ നിരന്തരം എന്നേക്കും പാലിക്കും. കർത്താവേ, അവിടുത്തെ കൽപ്പനകളുടെ വഴിയിലൂടെ എന്നെ നയിക്കണമേ. ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന.
മഹത്വം. അക്കാലത്ത് യേശുവിൻ്റെ അമ്മയും സഹോദരരും അവനെ കാണുവാൻ വന്നു. എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്തെത്താൻ കഴിഞ്ഞില്ല. നിന്റെ അമ്മയും നിന്റെ സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരരും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിൽ നിന്ന് നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യം നീ ദൈവത്തിൻ്റെ സ്വന്തമാണ് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പഠിപ്പിച്ചു തരിക. നീ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവങ്ങൾ, ഇതിലും വലിയൊരു ഭാഗ്യം എന്താ ഉള്ളത്? ദൈവമാകുന്ന മുന്തിരിച്ചെടിയിലെ ഒരു ശാഖയാണ് നീ എന്ന്. ഇതിലും വലിയ ഭാഗ്യം എന്താ ഉള്ളത്? കാരണം വാഗ്ദാനമുണ്ട്, മുന്തിരിച്ചെടിയിൽ നിൽക്കുന്ന ശാഖയിൽ ഫലമുണ്ടാവും. ദൈവം, ഇത് നീ ഏത് ജാതിയിലോ ഏത് മതത്തിലോ എങ്ങനെയുള്ള വ്യക്തി ആയിക്കൊള്ളട്ടെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നൽകുന്ന വാഗ്ദാനമാണ്. തമ്പുരാൻ്റെ ഈശോ കർത്താവിൻ്റെ അമ്മയും സഹോദരങ്ങളും വന്ന് വെളിയിൽ നിൽക്കുമ്പോൾ ആരോ പറയുക, നിന്റെ അമ്മയും സഹോദരങ്ങളും വന്നിരിക്കുന്നു. ദൈവമക്കളെ, സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം ഇതാണ്: ഈശോ അമ്മയെയും സഹോദരങ്ങളെയും സ്നേഹിച്ച പോലെ നിന്നെ സ്നേഹിക്കുന്നെന്ന്. എത്ര പ്രയാസത്തിലായിക്കൊള്ളട്ടെ നീ, എത്ര സങ്കടത്തിലായിക്കൊള്ളട്ടെ നീ, ഏത് പ്രതിസന്ധിയിലായിക്കൊള്ളട്ടെ നീ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു തരിക. പരിശുദ്ധ അമ്മയെ നമുക്കറിയാലോ, കുരിശില് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കുരിശിൽ വേദനിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വേദനിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കും. ഈശോ തമ്പുരാൻ ഏറ്റവും നൊമ്പരപ്പെട്ട സമയത്ത് ഓർത്ത് പരിശുദ്ധ അമ്മയാ. പിന്നെ നോക്കുമ്പോഴേ ചങ്കോട് ചേർന്നിരുന്ന യോഹന്നാനെയാ. ദൈവമക്കളെ, അമ്മയെ സ്നേഹിച്ചതുപോലെ യോഹന്നാനെ സ്നേഹിച്ചതുപോലെ നിന്നെ ദൈവം സ്നേഹിക്കുക. നീ വിചാരിക്കുന്നുണ്ടാവും, ദൈവം എന്നെ ഉപേക്ഷിച്ചല്ലോ, എനിക്ക് ദൈവമില്ലല്ലോ, എനിക്ക് ആരുമില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല. പൊന്നു പൈതലേ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാ, നീ ഇപ്പോൾ ഏതവസ്ഥയിലായിരിക്കുന്നോ അത് നീ മനസ്സിലാക്കുന്നതിൽ കൂടുതൽ അറിയുന്നൊരു ദൈവമാണ് നിന്റേത്. നീ ഇപ്പൊ എന്തുമാത്രം നിന്റെ ജീവിത പങ്കാളിക്ക് അറിയത്തില്ലായിരിക്കാം നിന്റെ വേദനയുടെ ആഴങ്ങള്, അല്ലെങ്കിൽ നിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരിക്കാം നിന്റെ സങ്കടങ്ങള്. ബട്ട് യുവർ ലോർഡ് നോസ്. He knows your inner soul, inner heart and the pain you are undergoing. നീ കടന്നു പോകുന്ന നൊമ്പരം, നിന്റെ ദുഃഖം, നിന്റെ വിഷമം നിന്റെ ദൈവം അറിയുന്നു. അത് മതി മക്കളെ, അത് മതി. ഇന്ന് ആദ്യത്തെ വായനയിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം ഇതാ തിരുവചനം പറയുകയാണ്: തമ്പുരാന്റെ നദി രാജാവിന്റെ ഹൃദയത്തിലൂടെ ഒഴുകുക. ദൈവത്തിന്റെ നദി, കാരുണ്യത്തിന്റെ നദിയാ പൈതലേ. ഈ COVID-19 തൂത്തുവാരുവാൻ അല്ലെ ഒഴുക്ക് കൊണ്ടുപോകുവാൻ കഴിവുള്ള ദൈവത്തിന്റെ നദി നിന്നിലൂടെ ഒഴുകുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. ഇത് അല്ലെങ്കിൽ നീ വല്ലാതെ നിരാശപ്പെട്ടു പോകുമ്പോ ഇതില് നീ കെട്ടുപോകും. നിന്റെ ജീവിതത്തിലേക്ക് ദൈവം ഒഴുക്കുന്ന ഒരു എണ്ണച്ചാലുണ്ടെന്ന്. നിന്റെ വിളക്ക് കെട്ടുപോവില്ലാന്ന് ദൈവം വാഗ്ദാനം ചെയ്യുക. നിന്റെ ചങ്കിലേക്ക് ദൈവം ഇതാ എണ്ണയുടെ ഒരു എണ്ണപ്പുഴ ഒഴുക്കുക. ഹല്ലേലൂയ. കർത്താവ് തരുന്ന ഒരു വലിയ കാരുണ്യമാണ് മക്കളെ, നിന്റെ വിളക്ക് കെട്ടുപോകാതിരിക്കാൻ. തിരുവചനം വീണ്ടും പറയുകയാണ്, ഇതാ അവിടത്തേക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് ആ നദിയെ ഒഴുക്കുക. മക്കളെ, അറിഞ്ഞു, നീ ആരും ആയിക്കൊള്ളട്ടെ, എപ്പോ എവിടെ നിൽക്കുന്ന വ്യക്തി ആയിക്കൊള്ളും. ഒരു പക്ഷേ ക്വാറന്റൈനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, ഒരു ഡിറ്റൻഷൻ ക്യാമ്പിലിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, വിദേശത്ത് വാതിലടച്ചിരിക്കുന്ന വ്യക്തിയായിരിക്കാം, രോഗക്കിടക്കയിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന ഒരു വ്യക്തിയായിരിക്കാം. But you should know that the river of the Lord flows through your heart. അതേ മക്കളെ, അവന്റെ കാരുണ്യം നിന്റെ ജീവിതത്തിലൂടെ ഒഴുകുക. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ദൈവത്തിന്റെ അത്ഭുതകരമായ കാരുണ്യം മക്കളുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. നീ വിശ്വസിക്കുക. നിന്റെ വേദനയിലേക്ക്, നിന്റെ ജീവിതമാകുന്ന വരണ്ട ഭൂമിയിലേക്ക് ഈശോയെ പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പ്രാർത്ഥിച്ച്, രോഗപീഠയിലേക്ക് പരിശുദ്ധാത്മാവേ, എല്ലാ ദുഃഖങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ, എല്ലാ തകർച്ചകളിലേക്ക് പരിശുദ്ധാത്മാവേ, എല്ലാ ദുരിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവേ, 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 ആഗ്രഹിക്കും മക്കളെ. ഏത് പ്രയാസത്തിലൂടെ, ഏത് സങ്കടത്തിലൂടെ, ഏത് ദുരിതത്തിലൂടെ നീ കടന്നു പോകുന്നു, പരിശുദ്ധാത്മാവേ വരണേ. പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടി, നമ്മുടെ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടി, എല്ലാ പിതാക്കന്മാരും, വൈദികരെ, സന്യസ്തര്, ഈശോയെ കരുണയാകണമേ.
എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിനെ നദി ഒഴുക്കണമേ, കർത്താവിനെ നദി ഒഴുക്കണമേ. ഈശോയെ, കുടുംബത്തിലെ പ്രയാസങ്ങള്, വേദനകള്, എടുക്കാൻ വയ്യാത്ത ഭാരവുമായിട്ട് നീങ്ങുന്ന മക്കള്, ഈശോയെ, യുവതിവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേ. ജീവിതത്തിൽ വഴിമുട്ടിപ്പോയവര്, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, വല്ലാതെ പരാജയപ്പെട്ടു പോയവര്, വല്ലാതെ സങ്കടപ്പെടുന്നവര്, ഈശോയെ, കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈശോയെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണയാകണമേ. ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുമക്കള്, പല സർജറികൾക്ക് വിധേയരാകുന്ന കുഞ്ഞുമക്കള്, ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്ന രോഗികള്, ഈശോയെ, ആ ലോകത്തിന് 10 വീടിനെ ഓർത്ത് പ്രാർത്ഥിച്ച്, നീയുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു 10 പേരുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഈശോയെ, ഈശോയെ, ഈശോയെ. ഓ എൻ ദൈവമേ, അങ്ങയിൽ ഞാൻ അർപ്പണം ചെയ്യുന്നു എന്നെ സർവം. ഓ എൻ ദൈവമേ, അങ്ങയിൽ ഞാൻ അർപ്പണം ചെയ്യുന്നു എന്നെ സർവം. ഏറ്റം നിസാരമ അപ്പമാണെൻ ജീവൻ, തീർത്തരുൾ നിന്റെ ജീവനാക്കി. ഏറ്റം നിസാരമം അപ്പമാണെൻ ജീവൻ, തീർത്തരുൾ നിന്റെ ജീവനാക്കി. എൻ്റെ പാഴ് ജീവനാകുന്ന വീഞ്ഞിനെ മാറ്റുക നിൻ തിരു രക്തമാക്കി. ഓ എൻ ദൈവമേ, അങ്ങയിൽ ഞാൻ അർപ്പണം ചെയ്യുന്നു എന്നെ സർവം. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവ് വിശുദ്ധ അന്തോനീസിനെ അങ്ങേ മഹത്വത്തിന്റെ പ്രചാരണത്തിനായി വിശ്വാസ വെളിച്ചത്താൽ നിരന്തരം ഉജ്ജ്വലിപ്പിച്ചുവല്ലോ. അതേ വെളിച്ചത്താൽ പരിശുദ്ധാത്മാവ് ഈ ദിവ്യരഹസ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഞങ്ങളെയും നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങേ വിശുദ്ധരുടെ വിസ്മയാവഹമായ പ്രഖ്യാപനത്താൽ അങ്ങേ സഭയെ നവചൈതന്യത്തോടെ എപ്പോഴും ഫലദായകമാക്കുകയും അങ്ങേ സ്നേഹത്തിൻ്റെ ഉറപ്പാർന്ന അടയാളം ഞങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. കൂടാതെ അങ്ങേ രക്ഷാകര രഹസ്യം പൂർത്തീകരിക്കുവാൻ ഈ വിശുദ്ധരുടെ സ്തുത്യർഹമായ മാതൃക വഴി ഞങ്ങൾ പ്രചോദിതരാവുകയും ഭക്തി നിർഭരമായ മാധ്യസ്ഥം വഴി നിരന്തരം ഞങ്ങൾ പരിഭൂഷിതരാവുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവെ, എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ
കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. ദൈവമേ, അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോയെ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഞങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നു ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. സമാധാനം. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. സ്നേഹമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമായി നീ വരൂ, എന്നിൽ വാഴാൻ വരൂ, എൻ്റെ ആത്മാവിൽ ജീവൻ തരാൻ. അനുതാപിയാം എൻ ജീവിതം ഇനി നിന്റെ മാത്രം. ഈശോയേ, സ്നേഹമേ, ദിവ്യകാരുണ്യമേ, സ്നേഹമായി നീ വരൂ, എന്നിൽ വാഴാൻ വരൂ, എൻ്റെ ആത്മാവിൽ ജീവൻ തരാൻ. അനുതാപിയാം എൻ ജീവിതം ഇനി നിന്റെ മാത്രം. ഈശോയേ, സ്നേഹമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവന്റെ അപ്പമായ ക്രിസ്തുവാൽ അങ്ങ് പരിപോഷിപ്പിക്കുന്ന ഇവരെ
ഗുരുനാഥനായ ക്രിസ്തു വഴി പഠിപ്പിക്കണമേ. അങ്ങനെ വിശുദ്ധ അന്തോനീസിന്റെ തിരുനാളിൽ അങ്ങേ സത്യം അവർ ഗ്രഹിക്കുകയും സ്നേഹത്തിൽ അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. വിശുദ്ധ അന്തോനീസിൻ്റെ ഈ തിരുശേഷിപ്പ് തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്നുള്ള ആത്മീയ ശുശ്രൂഷകളിൽ ലോകമെമ്പാടും ഇരുന്ന് പങ്കെടുക്കുന്ന ദൈവമക്കളെ സ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ, പുണ്യവാന്റെ നാമത്തിൽ ഒരു പുതിയ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്ക്, അനുഗ്രഹത്തിലേക്ക്, അത്ഭുതത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ കർത്താവിൽ ആനന്ദിക്കുക, അത് കൽപ്പനയാണ്. കർത്താവ് നൽകിയ ദൈവങ്ങളെ ഈ ഒരു കൽപ്പന പാലിച്ചാൽ ബാക്കി എല്ലാ കൽപ്പനയും പാലിക്കാം. ഏതൊരു വ്യക്തി കർത്താവിൽ ആനന്ദിക്കുന്നുവോ ആ വ്യക്തിക്ക് വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ല. അവൻ സ്വീകരിച്ച ആ വലിയ ആനന്ദം അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് ഈ ചൊവ്വാഴ്ച ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിൽക്കുന്ന മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും പ്രത്യേകം വിളിച്ചു വച്ച ചൊവ്വാഴ്ച പ്രാർത്ഥിച്ചേക്കണേ, പ്രത്യേകം പ്രാർത്ഥിച്ചേക്കണേ മക്കളെ. നിങ്ങൾക്ക് വേണ്ടി ഈ ബലി, നിങ്ങൾക്ക് വേണ്ടി തന്നെ ഈ ശുശ്രൂഷകളെല്ലാം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ച നിങ്ങൾ സമർപ്പിച്ച 3 നിയോഗങ്ങളും ദൈവം അത്ഭുതമാക്കി മാറ്റിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. 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 മക്കളെ, ദൈവം ഒരിക്കലും വലിയ കൃപയുണ്ട്, വലിയ അഭിഷേകമുണ്ട്. സന്തോഷിക്കുക കർത്താവില്. അവനറിയാതെ നിന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ, അവൻ അനുവദിക്കാതെ നിന്റെ ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. 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 നമുക്കിത് ഗ്രഹിക്കണം. കർത്താവ്, എൻ്റെ ദൈവം അറിയുന്നത് ഒന്നും വരില്ല. എൻ്റെ ദൈവം ഒരു നിശ്ചയം പറയാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം വരില്ല. ഹല്ലേലൂയ. 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 നമുക്ക് ഇതിനെപ്പറ്റി ബോധ്യമുണ്ടാകും. ദൈവ കരങ്ങളിലാണ് നമ്മുടെ വലിയ ഏറ്റവും വലിയ ആനന്ദം നമുക്ക് എന്തെങ്കിലും കിട്ടിയതല്ല. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലാണ്. എൻ്റെ അമ്മയെ കണ്ടു. ഈ അമ്മ ഒരുപാട് മണിക്കൂർ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക, ഒരുപാട് മണിക്കൂർ പ്രാർത്ഥിക്കും. മകനെയായിട്ട് പള്ളിയിലേക്ക് വരും. ഞാനിന്ന് രാവിലെ പള്ളിയിലേക്ക് കയറുമ്പോൾ ഈശോയുടെ കരുണയുടെ രൂപത്തെ തൊട്ട് മുത്തിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഈശോയുടെ ഓരോ മുറിവേലും തൊട്ട് കൊച്ചിൻ്റെ തലയിലേക്ക് വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഞാൻ കുറച്ചു നേരം ഇങ്ങനെ ഒന്ന് ഇത് കണ്ടിട്ട് എൻ്റെ മക്കളെ വലിയൊരു അഭിഷേകം എന്നെ നിറയുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വരുന്നത് കണ്ടുകൊണ്ട് ഈ അമ്മ ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ ഈ വിശ്വാസം മതിയല്ലോ. ഇങ്ങനെ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിലും വലിയൊരു സമ്മാനമില്ല. തമ്പുരാന് തരാവുന്ന ഏറ്റവും വലിയ സമ്മാനം വിശ്വാസം തന്നെയാ മക്കളെ. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ മറികടക്കാൻ, ദുരിതങ്ങളുടെ മുകളിലൂടെ കടന്നു പോകാൻ, തകർച്ചകളെ കണ്ട് ഭയപ്പെടാതിരിക്കാൻ ദൈവം തരുന്ന ഏറ്റവും വലിയ സമ്മാനം നിന്റെ വിശ്വാസമാണ്. ദൈവങ്ങൾ ഒരുപക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമുക്കൊരു ഉപാധിയായിരിക്കാം, ഒരു മീൻസ് ആയിരിക്കാം ചിലപ്പം വിശ്വാസം. മീൻസ് അല്ല മക്കളെ, വിശ്വാസം അതിൽ തന്നെ ഒരു അനുഗ്രഹമാണ്. നിന്റെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. നീ വിശ്വസിക്കുന്നതാ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. 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 നമ്മൾ ഇതിനെപ്പറ്റി നല്ലൊരു ആഴമേറിയ ബോധ്യം പരിശുദ്ധാത്മാവെന്ന്. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. അവിടുന്ന് നിന്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ ചൊവ്വാഴ്ചയും ഉപവാസം എടുത്ത് 1-2 നേരം ഭക്ഷണം വേണ്ടാന്ന് വെക്കുക. പറ്റുന്നത്രയും നന്നായിട്ട് നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക. ദൈവം വലിയൊരു അഭിഷേകം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനൊക്കെ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ പലതവണ പറഞ്ഞൊരു സാക്ഷ്യമാണ്. കഴിഞ്ഞ ചൊവ്വാഴ്ച ആളെൻ്റെ മുമ്പിൽ നേരിട്ട് വന്നു. ശിവഗംഗ എന്നു പേരുള്ള 7 വയസ്സുകാരി പെങ്കൊച്ച് എൻ്റെ മുമ്പിൽ വന്നു. മാലാഖ പോലത്തൊരു കുഞ്ഞ്, മാലാഖ പോലത്തൊരു കുഞ്ഞ്.
ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രെയിൻ ട്യൂമറായിട്ട്, ഹൈ ഗ്രേഡ് ബ്രെയിൻ ട്യൂമർ. തിരുവനന്തപുരം RCC കിടന്ന കൊച്ച, അവസാനം നോക്കി ട്യൂമറും ഇല്ല, ക്യാൻസറും ഇല്ല, തലയിലെ മുഴയില്ല, അവസാനം എന്തോ ഒരു ലിക്വിഡായിരുന്നു, അത് മാറിപ്പോയി. ഹല്ലേലൂയ, വലിയ സന്തോഷത്തിൽ ഞാനൊരു കൊന്തയും പഞ്ചരിച്ചു കൊടുത്ത് കുഞ്ഞിനെ പറഞ്ഞു വിട്ടു. ആ മാതാപിതാക്കള് അവള് വന്നപാടെ അവള് നെറ്റിയിൽ ഞാനൊരു ഉമ്മ കൊടുത്തു. ഞാൻ നോക്കുമ്പോഴേ അപ്പൻ്റെ അമ്മയുടെ കണ്ണീന്ന് കണ്ണീര് വീണുകൊണ്ടിരിക്കുക. ദൈവമക്കളെ, നീ വിശ്വസിക്കരുത്. ആ ഹൈന്ദവ കുടുംബം ദൈവത്തിൽ വിശ്വസിച്ചു, അതവർക്ക് അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ. മറ്റൊരു മകൻ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ, അത് കഴിഞ്ഞപ്പോൾ വേറൊരു പയ്യൻ അവനെൻ്റെ അടുത്ത് വന്നു. അവൻ ഈ ചൊവ്വാഴ്ച സാക്ഷ്യം പറയാൻ വേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കിഡ്നിയിൽ എന്തോ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 1 വർഷമാകുന്നുള്ളൂ. കിഡ്നിയിൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതാണ്ട് പിടികിട്ടില്ലേ, CA ക്യാൻസർ എന്നൊക്കെയുള്ള ചിന്ത, ഭയം എല്ലാം കയറി നിൽക്കുക ഈ കൊച്ചിന്. അവൻ കരഞ്ഞു കൂവി വന്നിരിക്കുക. അവനൊരു ചെക്കപ്പിന് പോകാൻ പോകുന്നു, ടെസ്റ്റിന് പോകാൻ പോകുന്നു. ഡോക്ടർ ഉടനെ സർജറി പറഞ്ഞിരിക്കുക, ഉടനെ സർജറി. ദൈവമക്കളെ, ഈ ദൈവവൈതല് അവൻ പുണ്യാഴ്ച തീർത്ഥാടനം വന്ന് കരഞ്ഞു കൂവി വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോയതാ. അഡ്മിറ്റ് ആകാൻ ചെന്ന് കഴിയുമ്പോൾ ഒന്നും കൂടെ അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ്റെ കിഡ്നിയിൽ അങ്ങനത്തെ ഒരു ഗ്രോത്തോ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഹല്ലേലൂയ. നീ വിശ്വസിക്കുന്നെങ്കിൽ അതുപോലെ നിന്റെ ജീവിതം. കാരണം അവൻ കല്യാണം കഴിച്ചു, എനിക്കിത് ഭാര്യ വിദേശത്താണ്, 2 ആഴ്ച അങ്ങനെ ഒന്നിച്ച് താമസിച്ചിട്ടേ ഉള്ളൂ ഇവര്. അവള് വിദേശത്താണ്, ഇവൻ വിദേശത്താനും ജോലി നഷ്ടപ്പെടും, അങ്ങനെ എന്തൊക്കെയോ കഥകളാണിത്. ഇപ്പം വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. കാരണം കിഡ്നിയിൽ ഗ്രോത്ത്, ഡോക്ടർമാർ ഇമ്മീഡിയറ്റ് സർജറി എന്ന്, വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്, ഇമ്മീഡിയറ്റ് സർജറി എന്ന് ഡോക്ടർമാർ പറഞ്ഞൊരവസ്ഥയിലാണ്. ദൈവവൈതലേ, വിശ്വസിക്കുന്നവന് ഒന്നും അസാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗമെടുത്ത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഈ ചൊവ്വാഴ്ചകൾ നമുക്ക് പ്രാർത്ഥനാ ദിവസങ്ങളാണ്. ലോകമെമ്പാടും അനേകം മക്കൾ, ആയിരക്കണക്കിന് മക്കൾ യൂട്യൂബിലൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. ആയിരക്കണക്കിനായ മക്കൾ. വെളുപ്പാങ്കാലത്ത് തന്നെ അനേകം മക്കൾ 6 മണിയാകാൻ, ചൊവ്വാഴ്ച രാവിലെ 6 മണിയാകാൻ കാത്തിരിക്കുക അനേകം മക്കൾ. നിങ്ങളുടെ കാത്തിരിപ്പിന് ഉത്തരവുണ്ട് മക്കളെ. നിങ്ങളുടെ കാത്തിരിപ്പിന് കർത്താവ് തരുന്നൊരു പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗമെടുത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കാം. പോകാൻ പറ്റുന്നത്രയും പള്ളിയിൽ പോവുക കേട്ടോ. പള്ളിയിൽ പോയിട്ട് കോവിഡ് പിടിച്ച് മരിക്കട്ടെ. പറ്റുന്നത്രയും പള്ളിയിൽ പോവാ മക്കളെ. ഗവൺമെൻറ് നിർദ്ദേശം മാനിക്കണം. പക്ഷെ നിനക്ക് പോകാനുള്ള അനുവാദം ഉണ്ടോ? നീ ഭയപ്പെട്ട് കോവിഡ് പിടിക്കുമെന്ന് വിചാരിച്ച് നീ വീട്ടിലിരുന്നാൽ, ഞാനൊന്നും പറയുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരച്ഛൻ ഏതാണ്ട് പറഞ്ഞിട്ട് അതുപോലെ തന്നെ സംഭവിച്ചു. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഹല്ലേലൂയ. ഇറങ്ങി തിരിക്കണം. 10 വയസ്സിന് മുകളിലെ കൊച്ചുങ്ങളെ പള്ളി കൊണ്ടുപോകും. 10 വയസ്സിന് മുകളിലെ കുഞ്ഞുങ്ങളെ പള്ളി, 65 വയസ്സിന് താഴെയുള്ള എല്ലാവരും പള്ളിയിൽ പോകാൻ തുടങ്ങുക. ഗവൺമെന്റ് അനുവാദം തന്നില്ലേ? നിനക്ക് ലോകം മുഴുവൻ നേടിയാൽ സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ഇതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, വിശ്വാസത്തിന്റെ ഒരു ധൈര്യം മക്കൾക്കുണ്ടാവട്ടെ. വിശ്വാസത്തിന്റെ ഒരു ധൈര്യം മക്കൾക്കുണ്ടാവട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, നമുക്ക് പരസ്പരവും പ്രാർത്ഥിക്കാം. നമുക്കറിയാം, എണ്ണം കൂടുന്ന കാര്യമാണ് ഈ ദിവസങ്ങൾ കേൾക്കുന്നത്. ഈ ആഴ്ച കൂടി എണ്ണം കൂടുന്നൊക്കെ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കും, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ അത്ഭുതകരമായ സൗഖ്യം. ഇന്ന് അനേകം സെൻറ്ററുകളിൽ ഇരുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളുണ്ട്. അവരെല്ലാം പ്രത്യേകം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഒരു കുടുംബത്തിൽ ഇരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ എന്നോട് പറഞ്ഞു, ആ കുടുംബത്തിൽ എല്ലാവർക്കും രോഗമാണ്. ഒരു കുടുംബത്തിലെ മുഴുവൻ മനുഷ്യർക്ക് രോഗം എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗമെടുത്ത് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായമാണ്. 15-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ 2 ഉപമകൾ ഈശോ പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള തിരുവചനമാണ്. ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്, ഒരുപാട് കേട്ടിട്ടുണ്ട്. തിരുവചനം എന്ന് കർത്താവ് എന്നോട് എന്താ പറയണേ, പൊന്നുവൈതല് നിന്നോട് എന്താ പറയുന്നത്, നമുക്ക് ആ വചനത്തിലേക്ക് എല്ലാം. ആദ്യത്തെ വാക്യം ഇതാണ്: ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ചുങ്കക്കാരും പാപികളും, വാസ്തവം പറഞ്ഞാൽ ആരാ വരേണ്ടിയിരുന്നത്? അത് ഫരിസേയര് വരണം, സദുക്കായര് വരണം. ചുങ്കക്കാരും പാപികളും പള്ളി പോകാത്ത മനുഷ്യരുടെ പേരാണ്. ബൈബിളിൽ പള്ളി പോകാത്ത, ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ പേരാണ് ചുങ്കക്കാരും പാപികളും. ഇവരെല്ലാം വന്ന് ഈശോയുടെ ചുറ്റും കൂടുക. ഫരിസേയരും കേട്ടോ ഈ പാർട്ടീസ്. പള്ളി കയറേണ്ടവൻ പള്ളിക്ക് പുറത്ത്, പള്ളിക്ക് പുറത്ത് നിൽക്കേണ്ടവൻ പള്ളിക്കകത്ത്. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ചില മനുഷ്യരുടെ ജീവിതം, മക്കളെ,
ഒരു വലിയ പാപം എന്താ? പിറുപിറുക്കുന്ന മനുഷ്യനാണ് ഏറ്റവും വലിയ പാപം ഞാൻ വിചാരിക്കാം. പിറുപിറുക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെടില്ല, പിറുപിറുക്കുന്ന മനുഷ്യൻ നശിച്ചു പോകും, പിറുപിറുക്കുന്ന മനുഷ്യൻ മരിക്കും. ഇതെല്ലാം ബൈബിളിൽ കാണുന്ന കാര്യങ്ങളാണ്. നമുക്ക് പിറുപിറുപ്പുണ്ടല്ലോ. എന്തിനൊക്കെ പറ്റിയാ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നത്? വീട്ടിൽ ഓരോ കാര്യങ്ങൾ, ഭർത്താവിനെ പറ്റി, അപ്പനെ പറ്റി, അമ്മയെ പറ്റി, അച്ഛനെ പറ്റി, എല്ലാവരെ പറ്റി. ജീവിതത്തിൽ ഒരു ദുരന്തമായത്. പഴയ നിയമത്തിൽ കണ്ടിട്ടില്ലേ? മരുഭൂമിയിൽ പിറുപിറുത്തപ്പോൾ അഗ്നിസർപ്പങ്ങൾ ഇറങ്ങി. സുവിശേഷത്തില് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ഈശോ തമ്പുരാനെതിരെ പിറുപിറുത്ത് കഴിഞ്ഞപ്പോ അവര് അതിൽ നിന്ന് അകന്നുപോയി. നമ്മുടെ ജീവിതത്തിന്റെ വലിയ ദുരന്തം. നീ പിടിച്ചു നിൽക്കണം പൈതലേ. ഇതിനപ്പുറത്ത് അനുഗ്രഹമുണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്. അവൻ നടക്കും. ചിലപ്പോൾ വഴിക്കൽപ്പം ദൂരം കൂടുവന്നേ ഉള്ളൂ, വഴിക്കൽപ്പം ദൈർഘ്യം കൂടുവന്നേ ഉള്ളൂ. നിന്റെ യാത്ര ദൈവം നിന്നെ നയിക്കുന്ന അനുഗ്രഹത്തിലേക്കാ. ഹല്ലേലൂയ. ജീവിതത്തിൽ മടുക്കരുത് മക്കളെ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനായിട്ട്. നമുക്ക് വചനത്തിലേക്ക് വരാം. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. ഉപമ ഇതാണ്: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ 1 നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കിട്ടുവോളം തേടിപ്പോകാത്തത്? നിങ്ങളിൽ ആരാണ് 100 ആടുണ്ടായി അതിൽ ഒരാടിനെ കാണാതെ പോയാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് അതിനെ തേടിപ്പോകാത്തത്? ഉത്തരം പറ. ബുദ്ധിയുള്ള ഞങ്ങളാരും നീ കാണിക്കുന്ന ഈ പണി ചെയ്യില്ല. ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ 99 എണ്ണമെങ്കിലും ഉണ്ടല്ലോ കൂടുതൽ, അതിനെ നോക്കി ഞാൻ അവിടെ നിൽക്കാമെന്ന് നിൽക്കല്ലാതെ ആ 99നെ ഇട്ടിട്ട് ഒന്നിന് പുറകെ പോകാൻ ബുദ്ധിയുള്ള എന്നെ കിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ അവരോട് ചോദ്യം, നിങ്ങളിൽ ആരാണ് എന്ന് വെച്ചാൽ എന്താ മക്കളെ? ദൈവം ആഗ്രഹിക്കുന്നു നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന്. ദൈവം ആഗ്രഹിക്കുന്നു, നഷ്ടപ്പെട്ടതിനെ തേടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ സന്ദേശം ഇതാണ്: ദൈവം അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. 99 പുണ്യാളന്മാരുടെ നടുക്കുന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു പാപിയുടെ പിന്നാലെ പോകുന്നവരാണ് നിന്റെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്ന മൂന്നാമത്തെ ഒരു സന്ദേശം ഇതാണ്: നിന്റെ ആടിനെ നിനക്ക് നഷ്ടമായിട്ടുണ്ടോ? ചിലപ്പോൾ അറിയത്തു പോയി, 100 ആടിൽ ഒരെണ്ണം കാണാൻ പോയി ആരറിയാനാ? നിന്റെ ആടിനെ നിനക്ക് നഷ്ടമായിട്ടുണ്ടോ? നിന്റെ പൗരോഹിത്യത്തെ നിനക്ക് കൈമോശം വന്നിട്ടുണ്ടോ? നീ വൈദികനായിരിക്കും ചിലപ്പോൾ, പക്ഷെ നിന്റെ പൗരോഹിത്യത്തെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നീ സന്യാസിനായി, ഉടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ നിന്റെ സന്യാസത്തെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നീ ഭാര്യയും ഭർത്താവും മക്കളും ഒന്നിച്ച് ജീവിക്കുകയായിരിക്കാം, പക്ഷെ നിന്റെ കുടുംബ ജീവിതത്തെ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സന്ദേശം ഇതാണ്: നഷ്ടപ്പെട്ടു പോയതിന്റെ പിന്നാലെ ഇറങ്ങണം. പൗരോഹിത്യത്തിൽ ആദ്യ നാളുകളിൽ ഉണ്ടായിരുന്ന ആനന്ദം, സന്യാസത്തിൽ ഉണ്ടായിരുന്ന തീക്ഷ്ണത, കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഊഷ്മളത, അത് നീ തിരിച്ചു പിടിച്ചേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവളെ എന്തു നഷ്ടപ്പെട്ടു പോയാലും ശരി, അത് ദൈവം തിരിച്ചു തരും. കർത്താവിന്റെ വാഗ്ദാനം ഇതാ. ഇന്നത്തെ ഈ ശുശ്രൂഷയിലെ ദൈവം തരുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ഇതാ: നിനക്ക് നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുവാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപാട് മക്കൾ നിരാശപ്പെടും അല്ലേ? ചിലപ്പോൾ നിന്നിപ്പം നമുക്ക് തോന്നും, പെട്ടെന്ന് കേൾക്കുക ക്യാൻസർ രോഗമാണ്. കഴിഞ്ഞ ദിവസം സഹോദരൻ പ്രാർത്ഥിക്കാൻ വന്നു, തൊണ്ടയിൽ ക്യാൻസർ രോഗമാണ്, സ്വരമെല്ലാം കൂടെ നഷ്ടപ്പെട്ടു പോയി. വല്ലാതെ വിഷമിച്ചു. ആത്മീയ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൈവത്തില് ഒരു ശുശ്രൂഷകൻ, നമ്മൾ ഇയാളുടെ തൊണ്ടയിൽ ഈ അസുഖം വന്നു, റേഡിയേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പോയി, റേഡിയേഷനൊക്കെ ചെയ്തു. ഈ മനുഷ്യൻ ഇങ്ങനെ കിടക്കുക, 2-3 മാസക്കാലം റെസ്റ്റാണ്. അപ്പോൾ സ്വരം നോക്കിയിട്ട് സ്വരം വെളിയിലേക്ക് വരുന്നില്ല. ഇങ്ങനെ ശ്വാസം പോകുന്ന ഒച്ച മാത്രമേ ഉള്ളൂ, സ്വരം പുറത്തേക്ക് വരുന്നില്ല. അയാൾ വിചാരിച്ചു അയാളുടെ ജീവിതം തീരുകയെന്ന്. ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ സാക്ഷി ഇതാ മക്കളെ. അങ്ങനെ കഴിഞ്ഞു. എത്രയോ കീമോ റേഡിയേഷൻ ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച മിണ്ടാതിരിക്കണം. ഒരാഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ മനുഷ്യൻ പറയും, ഇയാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, ജീവിതത്തിൽ ഒരുപാട് ദൈവത്തിനെ ത്യജിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ആ സ്വരം പൂർണ്ണമായിട്ട് കർത്താവ് തിരിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞുള്ള ചെക്കപ്പിൽ ആ ത്രോട്ട് ക്യാൻസർ എന്ന രോഗപീഠ അവിടെ ഇല്ല എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ പൈതലേ, നിന്റെ കയ്യിൽ നിന്നും താഴെ വീണ് പോയത് നിനക്ക് തിരിച്ചു തരാൻ നിന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. എന്തുവായിക്കൊള്ളട്ടെ മക്കളെ, ബിലീവ് ഇൻ എ ഗാഡ് ഓഫ് റെസ്റ്റോറേഷൻ. തിരിച്ചു തരാൻ കഴിയുന്നവൻ,
നഷ്ടപ്പെട്ടു പോവില്ല എന്ന് വാഗ്ദാനം ചെയ്യുന്നവൻ നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു പിടിക്കാമെന്ന്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ അനേകം മക്കൾ നിരാശയിലല്ലേ? അനേകം മക്കൾ നിരാശയില്ല. ഇന്നലെ വന്നുപോയ വീഴ്ചകള്, ഇന്നലെ വന്നുപോയ തെറ്റുകള്, ഇന്നലെ വന്നുപോയ നഷ്ടങ്ങള് അല്ലെ. ബിസിനസ് തകർന്ന ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ബിസിനസ്സുകാരാ. ബിസിനസ് തകർന്നപ്പോ ആത്മഹത്യ ചെയ്യുന്ന ബിസിനസ്. നീ എന്തിനാടാ കൊച്ചെ ജീവിച്ചത്? നിന്റെ ബിസിനസ് എന്തിനായിരുന്നു? ഈ ബിസിനസ് എവിടെ നിന്നുണ്ടായതാ? അല്ലേ മക്കളെ? വലിയ റെസ്റ്റോറന്റ് നടത്തുന്നവൻ ആരാ? വഴി കൂടെ ചായയും പറ്റി നടന്നവൻ. നീ ഓർക്കണം, from where did you begin? From where did you begin? സൈക്കിളിന്റെ പുറകെ ചായ വെച്ച് കാണുന്നവനാണ് ഇന്ന് കേരളത്തിൽ ഹോട്ടലുകൾ ഒരുപാട് വെച്ചിരിക്കുന്നത്. വെറുതെ കഥ പറയുകയല്ല, ഞാനൊരു വ്യക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, വെറുതെ ഒരു ദേശത്ത് വിദേശത്ത് പോയി പഴയ സാധനങ്ങൾ കളക്ട് ചെയ്ത് വിറ്റുകൊണ്ടിരുന്ന മനുഷ്യൻ ആ ദേശത്തെ വലിയ ബിസിനസ്സുകാരനായി ഉയരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുവചനം പറയുന്നുണ്ട്, നിന്റെ ആരംഭം എളിയെന്നായിരുന്നു. നമുക്ക് ഈ ഒരു ബോധ്യം ഉണ്ടാവട്ടെ. നീ നേടിയത് ഇടയ്ക്കൊന്ന് നഷ്ടപ്പെട്ടാൽ ഒന്നുമില്ലാതിരുന്ന നിനക്ക് ഇതെല്ലാം തന്ന കർത്താവിന് നിനക്ക് വേണ്ടതെല്ലാം തിരിച്ചു തരാൻ പറ്റുമെന്ന് നിനക്കറിയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഒരു ദൈവ പൈതലിന്റെ ധൈര്യം ഇതാ, അവൻ ആനന്ദിക്കണം, അവൻ വിശ്വസിക്കണം. എനിക്ക് കുറച്ചധികം സാക്ഷികൾ സമയക്കുറവാണ്, അതുകൊണ്ട് ഞാൻ അധികം പറയുക. ഈ തിരിച്ചു പിടിച്ചവരുടെ ഒരുപാട് കഥ പറയാനുണ്ട് മക്കളെ. തിരിച്ചു പിടിച്ചവരുടെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു, തീർന്നു, ഇല്ല, ഇനിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്ന മക്കള് തിരിച്ചു പിടിച്ച ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മക്കൾക്ക് നൽകുന്ന അഭിഷേകം ഇതാ. നിനക്ക് നഷ്ടപ്പെട്ടു പോയത് നീ തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ. നമ്മള് തിരുവചനം ചോദിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്? ഈ അന്വേഷണത്തിന്റെ രണ്ടാമത്തെ രഹസ്യം ഇതാണ്. ഒരു പക്ഷേ നിനക്ക് സഹിക്കുവാൻ ഒരു വലിയ നഷ്ടമുണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ തിരിച്ചു പിടിക്കാനായിട്ട് ചിലപ്പോൾ ഒരു നഷ്ടത്തിലൂടെ നീ 99 ഇട്ടച്ചു പോവുക. നഷ്ടപ്പെട്ട കുഞ്ഞാട് നഷ്ടപ്പെട്ടതിനെ നേടാനായിട്ട് 99 ഇട്ടച്ചു വന്ന് ഈ ഒരു വലിയ നഷ്ടം ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ വന്നിരിക്കാം. മാനുഷികമായ ഇതിന്റെ വലിയ നഷ്ടം. പക്ഷെ നിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് നഷ്ടപ്പെട്ടതെങ്കിൽ അതിന്റെ പിന്നാലെ നീ പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടിപ്പോകാത്തത്. നീ അവസാനമായിട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞത് ഒരു വ്യാഖ്യാനം കൂടെ പറയട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കുഞ്ഞാടാരാ? ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാരാ? ക്രിസ്തു. നിന്റെ ജീവിതത്തിൽ നിനക്ക് ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ നീ ക്രിസ്തുവിനെ തിരിച്ചു പിടിക്കണം. നിന്റെ പൗരോഹിത്യത്തിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ ഈ ക്രിസ്തുവിനെ തിരിച്ചു പിടിക്കണം. നിന്റെ സന്യാസത്തിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ ഈ ക്രിസ്തുവിനെ തിരിച്ചു പിടിക്കണം. യുവാവേ, യുവതി, നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ നീ തിരിച്ചു പിടിക്കണം. പ്രിയ കുടുംബനാഥ, കുടുംബനാഥേ, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചു പിടിക്കണം. നിന്റെ ബിസിനസ്സിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചു പിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, ആ കുഞ്ഞാടിതാ ബൈബിളിൽ മുഴുവൻ കാണുന്ന കുഞ്ഞാട് ഫിഗർ ഈശോയെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യം ആദവും ഹവ്വായുടെ മുമ്പിൽ വസ്ത്രം ധരിപ്പിക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് ഒരു ബലിത്തോലുമായിട്ട്, കുഞ്ഞാടിന്റെ തോലുമായിട്ടൊക്കെ വരുന്നെന്ന് പറയുന്നുണ്ട്. അതും ഒരു ബലിയായിരുന്നു. ആദ്യത്തെ ബലി അതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവമക്കളെ, വെളിപാടിന്റെ പുസ്തകം, ബൈബിളിലെ അവസാനത്തെ പുസ്തകത്തിലും ഇതാ വധിക്കപ്പെട്ടതുപോലെ തോന്നുന്ന കുഞ്ഞാടിന്റെ കഥ പറയുന്നുണ്ട്. ദൈവ പൈതലെ, നിന്റെ ക്രിസ്തുവിനെ നിനക്ക് നഷ്ടപ്പെടുക. മക്കൾ ഇത് കേൾക്കുക, ബാക്കിയെല്ലാം മറന്നോ. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് നഷ്ടം വന്നാലും ശരി, ആ ക്രിസ്തുവിനെ തിരിച്ചു പിടിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് 1000 മടങ്ങായി നിന്റെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ള മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഒരു അമ്മേനോട് പോയ സാക്ഷ്യം ഞാൻ ഓർക്കുക. ഇവരുടെ മകൻ ഏതാണ്ട് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിനെ പറ്റി കൊച്ചുകുട്ടിയാണ്. അവന് പ്രത്യേക രോഗപീഠ വന്നു. കയ്യിൽ നഖം കൊഴിഞ്ഞു പോവുക. കയ്യിൽ നഖമെല്ലാം വല്ലാതായിട്ട് നഖം കൊഴിഞ്ഞു പോവുക. ഡോക്ടർമാരുടെ അടുത്തുകൊണ്ട് മരുന്നൊക്കെ കൊടുത്തു, പക്ഷെ ഒരു രക്ഷയുമില്ല.
അങ്ങനെയൊക്കെ പുണ്യാളച്ചനെ തീർത്ഥാടന കേന്ദ്രത്തെ പറ്റി ഇവർ കേൾക്കുന്നത്. ആദ്യം വലിയ മതിപ്പൊന്നുമില്ലായിരുന്നു, ഇതെല്ലാം തട്ടിപ്പാണല്ലോ. ദൈവമക്കളെ, ഈ അമ്മേനോട് വലിയ സാക്ഷിയാണ്. എൻ്റെ അച്ഛാ, ഞാൻ നോയമ്പെടുത്ത് 9 ആഴ്ചയോ 13 ആഴ്ചയോ കണ്ട വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ രോഗപീഠ, നഖം കൊഴിഞ്ഞു പോകുന്ന രോഗപീഠ മാറിയിട്ട് നല്ല കുഞ്ഞിൻ്റെ കയ്യിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നഖം വെച്ച് പിടിപ്പിക്കുക. ദൈവ പൈതലെ, ബിലീവ് വാട്ട് ഈസ് ലോസ്റ്റ് ക്യാൻ ബി റിസ്റ്റോർഡ്. വാട്ട് ഈസ് ലോസ്റ്റ് ക്യാൻ ബി റിസ്റ്റോർഡ്. ഹല്ലേലൂയ. ക്രിസ്തു അതായിരുന്നു മക്കളെ. അവൻ മരണത്തിലൂടെ നഷ്ടപ്പെട്ടതിനെ, പാപത്തിലൂടെ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തന്നവന്റെ പേരാണ് നിന്റെ ക്രിസ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടപ്പെട്ടൊരു കരുത്തുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടൊരു തീഷ്ണതയുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടൊരു ആവേശമുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം മക്കളെ. നിന്റെ ജീവിതത്തിന് ബലമുണ്ടാവണം. എത്ര പ്രായമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു ആവേശമില്ലേ? നിന്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു സ്നേഹമില്ലേ? നിന്റെ ജീവിതത്തിൽ ദൈവം തന്നൊരു അഭിഷേകമില്ലേ? ഗെറ്റ് ഇറ്റ് ബാക്ക്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരിച്ച് ഉപമയിലേക്ക് വരാം. നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത്, കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. അതേ മക്കളെ, നിനക്ക് നഷ്ടപ്പെട്ടു പോയത്, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ തോളിലേറ്റണം നീ. നഷ്ടപ്പെട്ടു പോയത് എന്തിനെ പറ്റിയാണ് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നത്? അത് ദൈവം തിരിച്ചു തരുമ്പോൾ അതിനെ നീ തോളിലേറ്റണം. തിരുവചനം തുടരുക. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എന്തെന്നാൽ നഷ്ടപ്പെട്ട എൻ്റെ ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് പോകാം മക്കളെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ നൽകുന്ന വ്യാഖ്യാനം എങ്ങനെയാണ്? ദൈവത്തിന് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടായിരുന്നു നീ. ദൈവത്തെ അനേകം മക്കള് ഈ ശുശ്രൂഷ ജീവിതത്തിൽ അനേകം മക്കളെ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അനേകം മക്കളെ അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയതായിരുന്നു, പക്ഷെ കർത്താവ് അവിടെ എത്തി കണ്ടുപിടിച്ച് തോളിലേറ്റി. ദൈവം സന്തോഷിച്ചപ്പോൾ ദൈവത്തിന്റെ സന്തോഷം ആ മക്കളുടെ ഹൃദയത്തിലുണ്ടായി. ഇനി ഞാൻ കർത്താവിനെ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അനേകായിരങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കൾ, ഇന്നത്തെ ഒരു ചലഞ്ച് ഇതാ, നീ സ്വർഗത്തെ സന്തോഷിപ്പിക്കണം. എന്തോരം ദൂരം പോയോ അത്രയും ദൂരം നീ തിരിച്ചു വരണം. നീ നിന്റെ ദൈവത്തിന്റെ തോൾ നീ അറിയണം. നീ നിന്റെ കർത്താവിന്റെ തോളിലാണ്. യു ആർ ഓൺ ദ ഷോൾഡേഴ്സ് ഓഫ് യുവർ ലോർഡ്. അറിയണം മക്കളെ, ഒരു രാജകുമാരനെ പോലെ നിന്നെ തോളിലേറ്റി നൃത്തം ചെയ്യുന്ന നല്ല ഇടയന്റെ പേരാണ് നിന്റെ ക്രിസ്തു. നിനക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടാൻ ഇറങ്ങിത്തിരിച്ച ദൈവത്തിന്റെ പേരാണ് നിന്റെ ക്രിസ്തു. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. ഈശോ വീണ്ടും പറയുക, ഏത് സ്ത്രീയാണ് തനിക്ക് 10 നാണയം ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെട്ടാൽ വിളക്ക് കൊളുത്തി വീട് അടിച്ചു വാരി അത് കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്? ദൈവമക്കളെ, സാധാരണ പറയുന്ന വ്യാഖ്യാനം ഇതാണ്. നാണയം ദ്രാഗ്മയാണ്. ദ്രാഗ്മ ഒരു ദിവസം ജീവിക്കാനുള്ള ഒരു തുകയാണ്. ഒരു ചെറിയ വലിയ വിലയൊന്നുമില്ലാത്ത ഒരു തുട്ട്. ഒരു തുട്ട് നഷ്ടപ്പെട്ടാൽ അടുത്ത് നമുക്കാണ് ഒരു തുട്ട് നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ കഥയായത്. ഒരു പാവം പിടിച്ച സ്ത്രീക്ക് ഒരു 100 രൂപ ഉണ്ടായിരുന്നു. 10 രൂപയുടെ അല്ല 100 രൂപ 10 രൂപയുടെ 10 നാണയം ഉണ്ടായിരുന്നു. അതിലൊന്ന് നഷ്ടപ്പെടും. അത്രയും ചിന്തിച്ചാൽ മതി. വളരെ ലളിതമായിട്ട് ആ ഉപമ അങ്ങനെ എടുക്കാം. കണ്ടുകിട്ടുവോളം അവൾ ഉത്സാഹത്തോടെ അന്വേഷിക്കാത്തത്, കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ച് കൂട്ടിപ്പറയും, എന്നോടുകൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട നാണയം കണ്ടുകിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, സ്വർഗരാജ്യം ഈ ഭൂമിയിൽ വാങ്ങുവാൻ ദൈവം സ്വന്തമാക്കി വച്ചിരുന്ന ദൈവത്തിന്റെ സ്വർണ്ണ നാണയമാ നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ അമ്മ നഷ്ടപ്പെട്ട നാണയത്തിന് വേണ്ടി അന്വേഷിക്കുന്നത് പോലെ എങ്ങനെ പറഞ്ഞത്? വിളക്ക് കൊളുത്തി
വിളക്ക് കൊളുത്തി വീട് അടിച്ചുമാരി കണ്ടുകിട്ടുവോളം ഉത്സാഹത്തോടെ അന്വേഷിക്കുന്നു. ദൈവവൈതലേ, നിനക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ അന്വേഷണമാണ്. പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ്. ദൈവമക്കളെ, യഹൂദ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടക്കുമ്പോൾ അവർക്ക് സമ്മാനമായി കൊടുക്കുന്ന നാണയങ്ങളുണ്ട്. ഈ നാണയം അവരൊരിക്കലും ഉപയോഗിക്കുകയില്ല. മിക്കവാറും സ്വർണ്ണ നാണയങ്ങളായിരിക്കാം. അത് മിക്കവാറും ഒന്നുകിൽ അലങ്കാരമായിട്ട് നെറ്റിയിൽ അവർ ധരിക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മൾ ചിലപ്പോൾ ചില ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, നെറ്റിയിൽ ഇങ്ങനെ നാണയങ്ങൾ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കിടന്നൊരു മാല പോലെ കാണുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് കയ്യിൽ ധരിക്കും, അല്ലെങ്കിൽ അരയിൽ ധരിക്കും. ആ പെൺകുട്ടിയെ സംബന്ധിച്ച് അവളുടെ ഡവറിയാത്, അവളുടെ സ്ത്രീധനമാത്, അവളെ സംബന്ധിച്ച് വളരെ പ്രഷ്യസാണ്. അവളുടെ കുടുംബവുമായിട്ടുള്ള അവളുടെ ബന്ധത്തിൻ്റെ അടയാളമാണിത്. പരിശുദ്ധാത്മാവ് പറയുന്ന ഇതാണ്, ദൈവവൈതലേ, നിന്റെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന സ്വർണ്ണ നാണയം, പൗരോഹിത്യത്തിന് ദൈവം തന്നിരിക്കുന്ന സ്വർണ്ണ നാണയം, സന്യാസത്തിന് ദൈവം തന്നിയ സ്വർണ്ണ നാണയം, കുടുംബജീവിതത്തിൽ ദൈവം തന്ന സ്വർണ്ണ നാണയം നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? സ്വർണ്ണ നാണയം നഷ്ടപ്പെടുമ്പം പൗരോഹിത്യത്തിൻ്റെ വില പോകും മക്കളെ. സ്വർണ്ണ നാണയം നഷ്ടപ്പെട്ടുകൊണ്ടാണ് സന്യാസത്തിൻ്റെ വില പോകുന്നത്. സ്വർണ്ണ നാണയത്തിൻ്റെ വില നഷ്ടപ്പെടുമ്പോഴാണ് കുടുംബജീവിതമൊക്കെ തകർന്നു പോകുന്നത്. സ്വർണ്ണ നാണയത്തിൻ്റെ വില നഷ്ടപ്പെടുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമില്ലാന്നും നീ നിരാശയിലുമൊക്കെ ആകുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നിനക്ക് വിലയില്ലാതാക്കിയത് നീയാന്ന്. ദൈവത്തിനൊക്കെ വലിയ വിലയായിട്ടിരിക്കുന്നത്. നിനക്ക് വിലയില്ല എന്ന് പിശാചാ നിന്നോട് നിന്നെ കൊള്ളില്ല, നീ ആ പാപം ചെയ്തു, നീ ആ കള്ളു കുടിച്ചു, നീ ആ തോന്നിയാസം ചെയ്തു, നിന്നെ കൊള്ളില്ല എന്ന് പറഞ്ഞ പിശാച്. ദൈവം തമ്പുരാൻ പറയുന്നത് എന്തറിയോ? നീ എനിക്ക് വിലയുള്ളവനാ, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് അഭികാമ്യനാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമക്കളെ, നിന്റെ നഷ്ടപ്പെട്ട സ്വർണ്ണ നാണയം നീ കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയാ. തിരുവചനം തുടരുകയാണ്. എങ്ങനെ? വിളക്ക് കൊളുത്തി. നഷ്ടപ്പെട്ട സ്വർണ്ണ നാണയത്തിന് വേണ്ടി വിളക്ക് കൊളുത്തണം മക്കളെ. അത് പരിശുദ്ധാത്മാവിന്റെ ജ്വാലയാണ്. നിനക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാനുള്ള കാര്യം ബൈബിൾ നിന്നെ പഠിപ്പിക്കുക. എന്തും ആയിക്കൊള്ളട്ടെ, വെല്ലുവിളിച്ച് അച്ഛൻ ഇത് പറയുന്നത്, വെല്ലുവിളിച്ച് പറയുക. ജീവിതത്തിൽ നഷ്ടങ്ങളുള്ള മക്കളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്, എനിക്കറിയാം. ജീവിതത്തിൽ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളാ. വിളക്ക് കൊളുത്തണം. ഉറക്കമില്ലാത്ത രാത്രികളാ ഈ കൊളുത്തിയ വിളക്ക്. 2, ഈ വിളക്കെന്ന് പറഞ്ഞ് കത്തുന്ന ആത്മാവാ. ഉറങ്ങാത്ത രാത്രികളും കത്തുന്ന ആത്മാവുമുള്ള വ്യക്തി നഷ്ടപ്പെട്ടത് കണ്ടെത്തിയിരിക്കും. ആരുമാകട്ടെ, നീ ആരുമാകട്ടെ, ഞാനൊന്നും പറയുന്നില്ല. നീ ആരുമാകട്ടെ, നീ എന്തുമാവട്ടെ, നീ എവിടെയും ആവട്ടെ, വിവാഹ ജീവിതം തകർന്ന്, അവിശ്വസ്തതയുടെ പേരിൽ വിവാഹ ജീവിതം തകർന്ന്, ഭാര്യയുടെ വഴിക്ക് പോയിട്ട് ദൈവമക്കള് 9 കൊല്ലോ 10 കൊല്ലോ കഴിഞ്ഞപ്പോൾ ഒരു കുർബാനയെ പങ്കെടുത്തുടിയോ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ഇവരുടെ മനസ്സിൽ തോന്നുക, എൻ്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ല. ഈ കൂടാരത്തിലിരുന്ന് അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യം എൻ്റെ മനസ്സിലേക്ക് ഇപ്പം വരിക. അന്ന് രാത്രി ഭർത്താവ് ഉപേക്ഷിച്ചു പോയത്. അന്ന് രാത്രി ആ ഭർത്താവ് വിദേശത്തു നിന്ന് വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ തെറ്റ് ചെയ്തു, ഞാൻ നിന്നെ വേദനിപ്പിച്ചു, നീ എന്നോട് ക്ഷമിക്ക്, നമുക്ക് ഒന്നിച്ച് ജീവിക്കണം. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായ മക്കളെ, കെടാത്ത വിളക്കുമായി കത്തുന്ന മനസ്സുമായി നീ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത് അന്വേഷിക്കുന്നെങ്കിൽ നീ അത് കണ്ടെത്തിയിരിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിളക്ക് കൊളുത്തി വീട് അടിച്ചു മാറണം മക്കളെ, വീട് അടിച്ചു മാറണം. വീട്ടിൽ കിടക്കാൻ പാടില്ലാത്തതൊക്കെ എടുത്ത് വെളിയിക്കള. ശുദ്ധിയാ പറയുന്നത്. ക്ലീൻ ചെയ്യണമെന്ന് വീട്. നിന്റെ ആത്മാവിനെ, നിന്റെ ശരീരത്തെ, നിന്റെ ജീവിതത്തെ നീ വിശുദ്ധിയാക്കുക. 2 കാര്യം: കത്തുന്ന ചങ്കും ശുദ്ധമായ ശരീരവും. കത്തുന്ന ചങ്കും ശുദ്ധമായ ശരീരവുമായിട്ടാണ് നീ ദൈവ സന്നിധിയിൽ നിൽക്കുന്നതെങ്കിൽ നിനക്ക് നഷ്ടപ്പെട്ടത് നിന്റെ ദൈവം തിരിച്ചു തരും. ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് കുടുംബജീവിതമാവട്ടെ, സമർപ്പിത ജീവിതമാവട്ടെ, എന്ത് ജീവിതം ആയിക്കൊള്ളട്ടെ കുഞ്ഞെ. ഒരു ജോലി നഷ്ടപ്പെട്ട യുവാവ് ഈ വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷയിൽ വല്ലാതെ തോറ്റൊരു കുഞ്ഞ് ഈ വചനം കേട്ടുകൊണ്ട് നിനക്കും എടുക്കാം ഈ വചനം. കത്തുന്ന ചങ്കും ശുദ്ധമായ ശരീരവുമാണ് നിനക്കുള്ളതെങ്കിൽ ഈ പരീക്ഷ നീ ജയിക്കാൻ പോവുക. കത്തുന്ന ചങ്കും ശുദ്ധമായ ശരീരവുമാണ് നിനക്കുള്ളതെങ്കിൽ നിന്റെ വിദേശ യാത്രകളുടെ വീസ ഉടനെ ഇത് അപ്രിന്റ് ചെയ്യപ്പെടാൻ പോവുക.
കത്തുന്ന ചങ്കും ശുദ്ധമായ ശരീരവുമാണ് നിനക്കുള്ളതെങ്കിൽ നീ എന്തിനു വേണ്ടി ഇപ്പൊ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു? ആ കാര്യം നിന്റെ ജീവിതത്തിൽ തിരിച്ചു കിട്ടാൻ പോകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ച നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കണമെന്ന്. കണ്ടുകിട്ടുമ്പോൾ അവൾ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ച് കൂട്ടിപ്പറയും, എന്നോടുകൂടെ സന്തോഷിക്കുമെൻ, എനിക്ക് നഷ്ടപ്പെട്ട നാണയം ഇതാ തിരിച്ചു കിട്ടിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളെ. നിനക്ക് വിശുദ്ധി തിരിച്ചു കിട്ടിയെങ്കിൽ ആ വിശുദ്ധിയെപ്പറ്റി നീ പറഞ്ഞു തുടങ്ങണം. നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം നിനക്ക് തിരിച്ചു കിട്ടിയെങ്കിൽ ആ പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റി നീ പറഞ്ഞു തുടങ്ങണം. നീ ഒരു 4 പേരോട് ഭാഷ അപ്പോൾ എന്ത് പറ്റുമെന്നറിയോ? നിനക്ക് പിന്നെ അത് ഉപേക്ഷിക്കാൻ പറ്റില്ല. നീ ഇപ്പം പറയും ഞാൻ എല്ലാ വെള്ളിയാഴ്ച ഉപവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ഉപവസിക്കാതിരിക്കാൻ പറ്റില്ല. നീ പറയും എല്ലാ ചൊവ്വാഴ്ചയും ഇതാ ഞാൻ വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവ പൈതലെ, നിനക്ക് തിരിച്ചു കിട്ടിയ നാണയത്തെ പറ്റി നീ പ്രഘോഷിക്കണം. തിരിച്ചു കിട്ടിയ വിശ്വാസത്തെ പറ്റി നീ പ്രഘോഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടുകൂടെ സന്തോഷിക്കണം. ദൈവമക്കളെ, നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാതെ നിനക്ക് സന്തോഷം ഉണ്ടാവില്ല കേട്ടോ. അവിടെ ഇവിടെ കിടന്ന് ഓടിയിട്ടൊന്നും കാര്യമില്ല. നിന്റെ ചങ്കിൽ നിന്ന് താഴെ വീണു പോയ ആ സ്വർണ്ണ നാണയം നിനക്ക് തിരിച്ചു കിട്ടാതെ നിന്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടുകൂടെ സന്തോഷിക്കുവാൻ. എൻ്റെ നഷ്ടപ്പെട്ട നാണയം നിന്റെ നഷ്ടപ്പെട്ട നാണയം തിരിച്ചു കിട്ടിയോ കുഞ്ഞ്? ഈ ചൊവ്വാഴ്ച നഷ്ടപ്പെട്ട നാണയങ്ങൾ, നഷ്ടപ്പെട്ട സൗഭാഗ്യങ്ങൾ, നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ, നഷ്ടപ്പെട്ട ആരോഗ്യം, നഷ്ടപ്പെട്ട ദൈവകൃപ, നഷ്ടപ്പെട്ട അഭിഷേകം അത് തിരിച്ചു കിട്ടും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തിരുവചനം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അതുപോലെ തന്നെ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാവും. പരിശുദ്ധാത്മാവ് അവസാനം പറഞ്ഞു തരുന്ന ഒരു കാര്യം ഇതാണ്: നീ സ്വർഗത്തെ സന്തോഷിപ്പിച്ചാൽ സ്വർഗം നിന്നെ സന്തോഷിപ്പിക്കും. നിന്റെ വാക്ക് സ്വർഗത്തെ സന്തോഷിപ്പിച്ച സ്വർഗത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ വാക്ക് നിന്നെ സന്തോഷിപ്പിക്കും. നിന്റെ പ്രവൃത്തി ദൈവത്തെ സന്തോഷിപ്പിച്ച സ്വർഗത്തിന്റെ പ്രവൃത്തി നിന്നെ സന്തോഷിപ്പിക്കും. നിന്റെ ജീവിതം സ്വർഗത്തെ സന്തോഷിപ്പിച്ച സ്വർഗം നിന്റെ ജീവിതത്തെ സന്തോഷിപ്പിക്കുമെന്ന് ദൈവമക്കളും എഴുന്നേറ്റ് ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി. നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട കൃപ, നഷ്ടപ്പെട്ട അനുഗ്രഹം, നഷ്ടപ്പെട്ട ജീവിത സന്തോഷം യേശുവേ. സർവശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ സന്തോഷത്തോടെ നിന്നനന്ത നന്മകൾക്കു ചൊല്ലി വാഴ്ത്തിടുന്നിതേ. ചേർന്ന് പാടാവോ? സന്തോഷത്തോടെ ആത്മാവിൽ തെളിഞ്ഞ് നഷ്ടപ്പെട്ടത് ഇന്ന് തിരിച്ചു കിട്ടാൻ പോവുക. കൈമോശം വന്നത് നിനക്ക് കർത്താവ് തിരിച്ചു തരാൻ പോവുക. നിത്യമായ അനുഗ്രഹിക്കണേ, പാപലേശമേശിടാതെ നിൻ പരിശുദ്ധാത്മാവേ പാദമാശ്രയിച്ചിടും നിവർ. പരിശുദ്ധാത്മാവേ പാവന പ്രകാശധാരയിൽ ലീനരായിടണമെന്നു നിന്റെ ആഗ്രഹത്തിനൊത്ത പോ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക. എൻ പ്രവർത്തികൾ സമസ്ത ഞാൻ സ്വർഗത്തെ സന്തോഷിപ്പിക്കും. ഞാൻ എന്റെ യേശുവിനെ സന്തോഷിപ്പിക്കും. ഞാൻ എന്റെ പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കും. സർവശക്തനായ ദൈവമേ, ഓ മൈ ലോർഡ്, മൈ ഗോഡ്, I adore you, I worship you. നിന്നനന്ത നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പക്കലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് ഞങ്ങൾക്ക് നൽകിയല്ലോ.
ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ലോകമെമ്പാടും ഇരുന്ന് വിവിധ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും ഇരുന്ന് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരം മക്കളുണ്ട്. ആ മക്കൾക്ക് വേണ്ടി ഇന്ന് പരസ്പരം പ്രാർത്ഥിച്ച് ഇതൊരു കൂട്ടായ്മയായിട്ട് മാറുക. ലോകമെമ്പാടുമുള്ള മക്കൾ ഒരു മനപ്പെട്ട് പ്രാർത്ഥിക്കുക. 2 or 3 പേര് ചേർന്നാൽ 2 3 അല്ല കർത്താവേ, ആയിരക്കണക്കിന് മക്കൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഈ മക്കള് ഈ സമൂഹം അനുഗ്രഹിക്കപ്പെടാനായിട്ട് പതിയെ COVID-19 മൂലം ക്ലേശിക്കുന്ന മക്കളെ ഒന്ന് സമർപ്പിച്ച് മാരക രോഗങ്ങൾ, മാഹാരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, ഫിക്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗമുണ്ട്, ഓട്ടിസ്റ്റിക്, ഡൗൺസിലെ ഹൈഫാക്ട് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷ അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവര്, ഐസിയിലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, ഈ ദിവസങ്ങളിൽ സർജറികൾക്ക് വിധേയരാകുന്നവര്, വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, പരീക്ഷകളിൽ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, ജീവിതത്തിൽ വല്ലാതെ വീണുപോയവര്, തകർന്ന കുടുംബ ബന്ധങ്ങള്, ഡൈവേഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവര്, വലിയ ദുരന്തങ്ങളുടെ കടന്നു പോകുന്നവര്, വിദേശത്ത് സ്വദേശ ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, വിദേശത്തേക്ക് പോകാൻ വേണ്ടി വിദേശ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവര്, പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, മദ്യപാനം, മയക്കുമരുന്ന്, മറ്റു ബന്ധനങ്ങളിലായിരിക്കുന്നവര്, തിന്മയുടെ സ്വാധീനത്തിലായിരിക്കുന്നവര്, വിശുദ്ധരായ തീക്ഷണതയുള്ള ധാരാളം വൈദികരെ സന്നിസ്ഥരെ തരണേ. വിശുദ്ധിയുള്ള ധാരാളം വൈദികരെ സന്നിസ്ഥരെ തരണേ. വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ. തീക്ഷണതയുള്ള ധാരാളം ആത്മായ പ്രേക്ഷകരെ തരണേ. ഓ കർത്താവേ, ലോകമെമ്പാടും ഇത് പ്രാർത്ഥിക്കുന്നവര്, ഇമെയിലൂടെ ഒക്കെ വന്നിട്ടുള്ള എല്ലാ നിയോഗങ്ങള്, ഈ തീർത്ഥാടകരെ സമർപ്പിച്ച നിയോഗങ്ങള്, ഈ സമയത്ത് മക്കളുടെ മനസ്സിൽ ഉയരുന്ന നിയോഗങ്ങള്, യേശുവേ, പുണ്യവാന്റെ മധ്യസ്ഥം തേടി ഏത് നിയോഗമായിരുന്നാലും അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്തത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യകമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആ ദിവ്യ ഉണ്ണീശോയുടെ തിരുസന്നിധിയിൽ എൻ്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്കേ. ഉള്ളുരുകുന്ന് പ്രാർത്ഥിക്കുക. പൈതലെ, ഏത് നിയോഗമാവട്ടെ, ഏത് വേദനയാവട്ടെ, ഏത് സങ്കടമാവട്ടെ, ഏത് നഷ്ടമാവട്ടെ, ഏത് തകർച്ചയാവട്ടെ, തിരിച്ചു തരാന്ന് പറഞ്ഞതല്ലേ, തിരിച്ചു തരാന്ന് പറഞ്ഞതല്ലേ, ചോദിക്കുക, അവൻ തരും. തീർച്ചയായിട്ടും വാക്ക് പാലിക്കുന്ന കർത്താവ് യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, മക്കളുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, സഹോദരന്റെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞ് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ച്, യേശുവേ, യേശോയെ. അയലൊക്കത്തുള്ള വീടുകളും നോക്കത്തെ മക്കളെ, ചുറ്റുപാടുള്ള 10 വീടുകൾ, ആ കുടുംബങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, നിങ്ങളുടെ പ്രിയപ്പെട്ടവര്, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവര്, ആരെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ആണെങ്കിൽ ഈശോയെ, 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 ഈശോയെ. ലോകമെമ്പാടും ഇരുന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ, ഈശോയെ, നാഥനെ, രോഗികളായ മക്കള്, COVID-19 മൂലം ക്ലേശിക്കുന്ന മക്കള്, ഒരുപാട് വിഷമിക്കുന്നവര്, സങ്കടപ്പെടുന്നവര്, ആരോഗ്യമില്ലാത്തവര്, വിദേശ രാജ്യങ്ങൾ, വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവര്, മറ്റു മതസ്ഥരായ പൊന്നുമക്കള്, യേശുവേ, വ്യക്തിപരമായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിച്ചു. ലഭിച്ചു തരണമേ എന്ന് സകലവര പ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവീശ്വരനോട്
തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനസ്സരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നരുളണമേ. എൻ്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങേ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിൽ ആയിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാനെന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എൻ്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോനീസേ, അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവർത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവം ശ്രവിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേപ്പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശ്വസ്ത ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രവർത്തിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വെഞ്ചരിപ്പിൻ്റെ സമയമാണ്. വെഞ്ചരിക്കാൻ വേണ്ടി കൊണ്ടുവന്നുള്ള വസ്തുക്കൾ, വിശുദ്ധ വസ്തുക്കൾ, കുരിശുരൂപങ്ങൾ, ജപമാലകളൊക്കെ ഉയർത്തിപ്പിടിക്കാം. നിയോഗങ്ങൾ നമുക്ക് എഴുതി കയ്യിൽ പിടിക്കാവുന്നതാണ്. അതും ആശീർവദിക്കപ്പെട്ടിരിക്കും. നിങ്ങളുടെ ഭവനങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ ആശീർവദിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടുകൂടി വെള്ളം, അങ്ങനെ വസ്തുക്കൾ, മരുന്ന്, ഭക്ഷണ സാധനം വെഞ്ചരിക്കാനുള്ള ഈ സമയത്ത് എടുത്ത് പിടിക്കാവുന്നതാണ്. വിശ്വസിച്ചാൽ നീ ദൈവമാത്രം കാണും. കർത്താവായ ദൈവമേ, അങ്ങ് പരിശുദ്ധ സഭയ്ക്ക് നൽകിയിരിക്കുന്ന പ്രത്യേക അനുഗ്രഹവും വരവും ആനുകൂല്യവുമാണല്ലോ ദൈവമക്കൾ വെഞ്ചരിക്കപ്പെടുവാനായി, വാഴ്ത്തപ്പെടുവാനായി, അനുഗ്രഹിക്കപ്പെടുവാനായി കൊണ്ടുവരുന്ന വസ്തുക്കളെ ആശീർവദിച്ചു കൊടുക്കുക എന്നുള്ളത്. ഈ നിമിഷം ഈ ദൈവമക്കൾ വിശ്വാസത്തോടെ സ്വർഗ്ഗസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ കുരിശുരൂപങ്ങൾ, ജപമാലകൾ, ഉത്തരീയങ്ങൾ, കാശുരൂപങ്ങൾ, വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ, ഫോട്ടോസ്, പിക്ചേഴ്സ്, കലണ്ടേഴ്സ്, വചനഗ്രന്ഥങ്ങൾ, പ്രാർത്ഥന പുസ്തകങ്ങൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവ വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ മരുന്നിനെ, ഭക്ഷണസാധനങ്ങളെ ആശീർവദിക്കുന്നു. അത്ഭുത രോഗശാന്തികൾ, വിടുതലുകൾ ഉണ്ടാവട്ടെ. ഈ ജലത്തെ ആശീർവദിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. ഈ ഡോക്യുമെന്റ്സ്, പാസ്പോർട്ട്സ്, പ്രോജക്ട്സ്, പ്ലാൻസ്, പേനകൾ, തിരികൾ, ഹോൾ ടിക്കറ്റ്, സകല വസ്തുക്കളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളുടെ മേൽ കുരിശടയാളം ഇട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനങ്ങളുടെ മേൽ, ജോലി സ്ഥലങ്ങളുടെ മേൽ, വാഹനങ്ങളുടെ മേൽ വിശുദ്ധ കുരിശിന്റെ അടയാളം ഇട്ട് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്ഭുത പ്രവർത്തനത്താൽ സുപ്രസിദ്ധനാം വിശുദ്ധനെ പാതുവായിരെ അന്തോനീസേ, പാപികളായ
വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായിട്ട് ലഭിച്ചുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. സാക്ഷ്യങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ജിമെയിൽ അഡ്രസ്സിൽ അയക്കാവുന്നതാണ്. സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് കോട്ടയം @gmail.com. ഇപ്പോൾ സ്ക്രീനിൽ അഡ്രസ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ സ്ക്രീനിൽ നോക്കിയാൽ അഡ്രസ്സിൽ സാക്ഷ്യങ്ങൾ അയച്ചാൽ നമുക്ക് ശുശ്രൂഷ സമയത്ത് വായിക്കാനായിട്ട് സാധിക്കും. ഒരു കുടുംബം അയക്കുന്ന സാക്ഷ്യം വായിക്കട്ടെ. I write this mail to tell a testimony. My husband had severe headache and physician advised to see a neurologist. As he went to meet a neurologist at a big hospital, there they took an MRI which revealed an aneurysm of brain, a bulging of vein. വലിയ കഠിന വേദന, തലവേദന വന്നു. അങ്ങനെ ഒരു വലിയ ബ്രെയിനൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഡോക്ടർമാർ പറഞ്ഞു ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ്. ഒരു അന്യൂറിസം എന്ന് പറഞ്ഞാൽ തലച്ചോറിൽ ഒരു ഗ്രോത്ത് അല്ല, ഒരു ബൾജ് ചെയ്ത് നിൽക്കുക വെയിന്. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. സോ വി പ്രേഡ് ടു സെയിൻറ്റ് ആൻ്റണി. They had a doubt about diagnosis and wanted to do further investigations like brain angiogram, and we decided to take a second opinion and all prayers for him. We went to another very big hospital and they took MRI and they showed us the MRI and said there is no aneurysm in his brain. കൈയടിച്ച് കർത്താവിന് മാത്രം. ഹല്ലേലൂയ. അവളെ ബ്രെയിന് നെർവിന് തലച്ചോറിലെ ഞരമ്പ് ഇതാ വീർത്ത് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു വലിയ ബ്രെയിനിൻ്റെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് പറഞ്ഞത്. അവരല്പം കൂടെ കൂടിയ മറ്റൊരു ആശുപത്രിയിൽ ചെന്നിട്ട് ആ സമയത്ത് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നു. 9 തവണ മുട്ടിന്മേൽ നിന്ന് നൊവേന ചൊല്ലിയതിന് ശേഷമായിരുന്നു ഇതിന് പോയത്. അതുകൊണ്ട് പറയുക അവിടെ ചെന്ന് ബിലീവ്. നിങ്ങൾ അച്ഛൻ്റെ മന്ത്രത്തിലൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. സ്വർഗത്തിലൊരു ദൈവം കൈനീട്ടുന്നുണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ മതി. സ്വർഗത്തിലൊരു ദൈവം കൈനീട്ടുന്നുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തുവിനെ ചങ്കോട് ചേർത്ത് പിടിച്ച ഒരു വിശുദ്ധൻ അന്തോണീസ് പുണ്യാളെന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ നേരെ കൈനീട്ടുകയും ഈശോയോട് നിങ്ങളുടെ കാര്യം പറയുകയും ചെയ്യുന്ന ഒരു പുണ്യാളനുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റും. അത് വിശ്വസിച്ചാൽ മതി. സ്വർഗത്തിൽ നിന്ന് നീട്ടപ്പെടുന്ന ഒരു കൈ, അല്ലെ കുരിശിൽ കിടക്കുന്ന ചങ്കുപൊട്ടിയ ഒരാൾ എന്നെ കാരുണ്യത്തോടെ നോക്കുന്നുണ്ട് എന്നൊരു ചിന്ത മതി. ദൈവമക്കളെ, ഇതാ MRI എടുത്തു കഴിഞ്ഞപ്പോൾ അങ്ങനത്തെ ഒരു അസുഖമില്ല. വി ബിലീവ് ദാറ്റ് താങ്ക്സ് ടു സെയിൻറ്റ് ആൻ്റണി ആസ് ഹി റിക്വസ്റ്റഡ് ടു ജീസസ് അവർ പ്രേയേഴ്സ് വെയർ ഹേർഡ്. ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന് വലിയ കരുത്തുള്ള സാക്ഷ്യമല്ലേ അത്. ശരിക്കും ആ കുടുംബം മുഴുവൻ തകർന്നു പോവുകയാണ്. കാരണം ആ മകൻ്റെ ശിരസിൽ ഒരു സാക്ഷ്യം കൂടെ ചെറുതായിട്ടൊന്ന് വായിക്കട്ടെ. കാരണം ഒത്തിരി സാക്ഷ്യങ്ങൾ വരുന്നുണ്ട്. അപ്പം മൈ നെയിം ഈസ് ആൻസമ്മ. ഐ ആം റൈറ്റിംഗ് ദിസ് വിത്ത് ലോട്ട്സ് ഓഫ് താങ്ക്സ് ടു അവർ ലോർഡ് ആൻഡ് സെയിൻറ്റ് ആൻ്റണി. When we were told about the novena of Saint Anthony itself, we got a reply from Dubai. അതായത് അങ്ങനെ പുണ്യാളച്ചൻ്റെ തീർത്ഥാടനത്തിൽ ഒരു ശുശ്രൂഷയുണ്ട്. അവിടെ പോയി പ്രാർത്ഥിച്ച അച്ചട്ടാണ് നടക്കുമെന്ന് കേട്ട പാടെ തന്നെ അവർ പറയും ഞങ്ങൾക്കൊരു അനുഗ്രഹം ഉണ്ടായി. അതായത് അവിടെ മകൻ so we got a reply from Dubai, from where our elder son, who was waiting for a job, after the first day of his visit to Kottayam Saint Anne's Church, he got the visa. ഇവിടെ പള്ളി വന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആ ചൊവ്വാഴ്ച വന്ന് പ്രാർത്ഥിച്ചു. ആ ദിവസം ദുബൈയിൽ നിന്ന് കോള് വരികയാണ്, ഹിസ് വിസ ഈസ് റെഡി. കൈയടിച്ച് കർത്താവിന് മഹത്വം. ഹല്ലേലൂയ. Second, he was not having children for 5 years. After praying so long, he got a baby boy. He is now more than 1 year old, and his wife also blessed with a school job. ഓക്കെ മക്കളെ, കർത്താവാൻ 5 വർഷമായിട്ട് ആ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലായിരുന്നു. അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Believe in God. Believe in the mighty hand of God. Believe in the merciful heart of God. ശക്തമായ അവിടുത്തെ കാര്യത്തിലും അവിടുത്തെ കാരുണ്യമുള്ള ഹൃദയത്തിലും ദൈവമക്കളെ വിശ്വസിക്കണം. Third, our daughter who was longing for a job so long in Australia, and after attending the ministry, attending the novena, by us, she got a good job in Australia. Hallelujah. Hallelujah. നോക്കി മക്കളെ, ദൈവം മഴ പെയ്യുന്നത് പോലെ അനുഗ്രഹം പെയ്യിക്കും. നീ വിശ്വസിച്ചാൽ മതി.
നോക്കിയേ, ഏലിയ പ്രവാചകൻ മലയിൽ നിൽക്കുമ്പോൾ 3.5 കൊല്ലമായിട്ട് മഴ പെയ്യാതെ ദേശം മുഴുവൻ ഉണങ്ങി വരണ്ട് നിൽക്കുമ്പോൾ ആ മലമുകളിൽ നിന്നൊരു പ്രവാചകൻ പറഞ്ഞു, ഇപ്പം മഴ പെയ്യാൻ പോകുന്നു, ഇപ്പം മഴ പെയ്യാൻ പോകുന്നു, ഇപ്പം മഴ പെയ്യാൻ പോകുന്നു. വിശ്വസിക്കുന്നവൻ പറയുന്നത് ദൈവം അതുപോലെ സംഭവിപ്പിക്കും. ദൈവമക്കളെ എഴുന്നേറ്റേ നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഏത് നിയോഗമായിക്കൊള്ളെ, ബിലീവ് ആൻഡ് ആസ്ക് ആൻഡ് യു വിൽ റിസീവ്. നീ വിശ്വസിക്കുക, നീ ചോദിക്കുക, നിനക്കത് കിട്ടിയിരിക്കും. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃകയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിയേക ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വൈദികർ ഒന്ന് ചേർന്ന് ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 കർത്താവ് എഴുന്നള്ളി വരുന്ന നിമിഷം നിന്റെ ജീവിതത്തിലേക്ക് നഷ്ടപ്പെട്ടു പോയ നിന്നെ തോളിലേറ്റാൻ വേണ്ടി നിന്റെ ദൈവം വരുന്നു. വിശ്വസിക്കുന്നവ ഇരു കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാഹാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, ഫിറ്റ്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, മരണകരമായ രോഗപീഠകൾ ഈശോയുടെ രക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, സുഖപ്പെടട്ടെ, സുഖപ്പെടട്ടെ. സൂചിച്ച മക്കളെ നാടി സൂചിച്ച് രോഗപീഠകളുള്ളവര് രോഗപീഠ ശരീരഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠ പ്രിയപ്പെട്ട അടുത്തൊന്ന് പിടക തൊട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവേ. സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലഹിച്ചു വരുന്ന കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, പരീക്ഷകൾ എഴുതുന്നവ, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവ, പലതരത്തിൽ കെണികളിലായിരിക്കുന്നവ, കേസുകളിൽ പെട്ട് കിടക്കുന്നവ, പലതരത്തിൽ ദുരിതങ്ങളിൽ കടന്നു പോകുന്നവ, കണ്ണീര് കൈയുമായി കഴിയുന്നവ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനം അഴിയട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ, കൃപയൊഴുകട്ടെ. സ്തുതിച്ച മക്കളെ നാടി സ്തുതിച്ച് എല്ലാ മക്കളും കർത്താവിനെ അഭിഷേകം ഉണ്ടാവട്ടെ. ഉദര സംബന്ധമായിട്ട് രോഗപീഠകള്, വയറ്റിൽ ഗ്രോത്ത്, കുടൽ സംബന്ധമായ രോഗപീഠകള് ഈശോ കർത്താവ് 27 പേരെ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. തോട്ട് സംബന്ധമായിട്ടുള്ള രോഗപീഠകള്, തൊണ്ടയില് ഉള്ള കുഴപ്പങ്ങള്
ഈശോ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ വലിയ ബ്ലോക്ക്, ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള മക്കള് ഈശോ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം 13 പേർക്ക് കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, സ്ട്രോക്ക് വന്നവര്, ഹെമറേജസ് വന്നിട്ടുള്ളവര്, ബ്രെയിൻ ട്യൂമറുകള് ഉള്ള മക്കള്, ഗ്ലയോമ, ബ്രെയിൻ ക്യാൻസറുകളുള്ള മക്കള് ഇപ്പോൾ സൗഖ്യം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 30-ലധികം പേർ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കടുത്ത നിരാശ, കടുത്ത ദുഃഖം, ആത്മഹത്യ പ്രവണതകള്, കടുത്ത ഡിപ്രഷൻ, ഈശോ കർത്താവ് 160-ലധികം മക്കൾക്ക് വിടുതൽ ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അപകടത്തിൽപ്പെട്ട 7 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നതായി, റിക്കവറി കിട്ടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ലീലാമ എന്ന പേരുള്ള ഒരു മകളെ ഈശോ ഈ സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മനുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആൽപ്പിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഷെർലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ടോമിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജേക്കബിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മാത്യുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. നബിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പുഷ്പയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോയ്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോയലിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മനുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോണിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ടോണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ആന്റണിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. തോമസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ദീനായെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എൽസിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ലിസമ്മയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഓമനയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശോഭയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ജോണിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. കിഡ്നി സംബന്ധ രോഗപീഠകൾ മൂലം ക്ലേശിക്കുന്ന 14 പേര് സുഖപ്പെട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. 2 സിസ്റ്റേഴ്സ് അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദർശനം തരുന്നു. സാമ്പത്തിക മേഖലയിൽ ഞെരുക്കങ്ങള്, കെണികള്, സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ട്, കടക്കണികള്, ജപ്തി നോട്ടീസുകള്, 40-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ശരീരത്തെ ട്യൂമറുകള്, ഗ്രോത്തുകള്, ഫൈബോർഡുകള്, സിസ്റ്റുകള് 64 പേർക്ക് സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 30-ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. വിദേശത്തും സ്വദേശം ജോലി തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന 240-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. സമാധാനമില്ലാത്ത കുടുംബങ്ങള്, ഭാര്യാഭർത്താക്കന്മാര് കലഹിച്ചു വരുന്ന കുടുംബങ്ങള്, ഡൈവേഴ്സിന്റെ വക്കീലത്തിൽ നിൽക്കുന്ന കുടുംബങ്ങള് 120-ലധികം കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. COVID-19 മൂലം ക്ലേശിക്കുന്ന 40-ലധികം മക്കൾ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഒരു അഭിഷേകത്തിലൂടെ സ്തുതിച്ച് ഈശോയുടെ ആശീർവാദം ഏറ്റുവാങ്ങാനായിട്ട് ഇരുകരങ്ങൾ സ്വരമേറ്റി വിളിച്ച് യേശുവേ, അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങിപ്പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിയ മക്കളെ, നീ വിശ്വസിക്ക. അവന്റെ ചങ്കിൽ നിന്ന് ചോര വന്നത്, അവന്റെ ചങ്കിൽ നിന്ന് ജലം വന്നത് കണ്ടവൻ സാക്ഷ്യപ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുക. ആ ചങ്കിൽ നിന്ന് ഇന്ന് നിനക്ക് വേണ്ടി ഒരു കൃപയൊഴുകാൻ പോവുക. ഈശോയെ, വിശ്വസിച്ച് ചോദിച്ച് നീ സുഖപ്പെടണം. രോഗക്കിടക്ക വിട്ട് നീ ഇപ്പോൾ എഴുന്നേക്കും. രോഗക്കിടക്ക വിട്ട് നിന്റെ പ്രിയപ്പെട്ടവർ ഇപ്പോൾ എഴുന്നേക്കണം. നിന്റെ വേദന, സങ്കടമൊക്കെ കൊടുക്കും മക്കളെ. ജയിക്കും നീ ജയിക്കണം, നീ ജയിക്കും. നഷ്ടപ്പെടുന്നത് നിനക്ക് തിരിച്ചു കിട്ടും. കൈമോശം വന്നെന്ന് വിചാരിച്ചത് 1000 അഭിഷേകവുമായിട്ട് കർത്താവ് തിരിച്ചു തരും. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും രോഗികളായിട്ട് വിഷമിക്കുന്നവരുണ്ടെങ്കിൽ നെറ്റിയിൽ കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളൊക്കെ നെറ്റിയിൽ കുരിശടയാളം പോയിട്ട് പ്രാർത്ഥിച്ച്. ആരെങ്കിലും വലിയ സങ്കടത്തിലോ ദുഃഖത്തിലോ കാണുക, നിങ്ങൾ സ്വന്തമായിട്ട് നെഞ്ചോട് കൈയൊന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച്, പൊന്നു കർത്താവേ, കരുണയാകണേ കർത്താവേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,
ആരാധിക്കുന്നു. പരിശുദ്ധ എന്റെ ജീവിതം സമർപ്പിച്ച് ഞാൻ ആരാധിക്കുന്നു. യേശുവേ, ഈ പൊന്നുമക്കളെ ഒന്ന് കാണണേ കർത്താവേ. ഈ പൊന്നുമക്കളെ ഒന്ന് അനുഗ്രഹിക്കണേ കർത്താവേ. ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവേ. ഇവർക്ക് വിടുതൽ കൊടുക്കണേ കർത്താവേ. തിരുരക്തം കൊണ്ട് പൊതിഞ്ഞു പിടിക്കണേ ഈശോയെ. ഒരാൾ പോലും വീണു പോകല്ലേ, ഒരാൾ പോലും തളർന്നു പോകല്ലേ. ഈ കുടുംബങ്ങള്, ഈ ഭവനങ്ങള് യേശുവേ, ചങ്കുപൊട്ടി പ്രാർത്ഥിക്കുക ഈശോയെ. ഈശോയെ, മാലാഖമാരെ പറഞ്ഞു വിടണമേ. ഇടതും വലതും മുമ്പിലും പിമ്പിലും നിന്ന് മാലാഖമാര് സംരക്ഷണം കൊടുക്കട്ടെ. അമ്മ മാതാവിന് പ്രത്യേക സംരക്ഷണം ലഭിക്കട്ടെ. വിശുദ്ധ അന്തോനീസിന് പ്രത്യേക സംരക്ഷണം ഈ മക്കൾക്ക് ലഭിക്കട്ടെ. യോസേഫ് പിതാവിന് പ്രത്യേക സംരക്ഷണം ലഭിക്കട്ടെ. സകല വിശുദ്ധരുടെയും സംരക്ഷണം ഈ മക്കൾക്ക് ലഭിക്കട്ടെ. ചോദിച്ച കാര്യങ്ങളിലേക്ക് ദൈവത്തിന് അത്ഭുത ശക്തി ഒഴുകട്ടെ, ദൈവത്തിന് കരുണ ഒഴുകട്ടെ. യേശുവേ, എന്റെ യേശുവേ, കണ്ണീരൊപ്പുന്ന കർത്താവേ, കാരുണ്യം കാട്ടുന്ന കർത്താവേ, ഈ ആൾക്കാരെ സമർപ്പിക്കപ്പെടുന്ന നിയോഗത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈശോയെ, എല്ലാ നിയോഗങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈശോ സൂഴ പങ്കെടുക്കുന്ന മക്കളുടെ മനസ്സിന്റെ വിങ്ങലുകൾ അഭിഷേകമാക്കി മാറ്റണമേ. ഈശോയെ, എന്റെ ഈശോയെ, ഈശോയെ കർത്താവേ, പുണ്യാളന്റെ തിരുശേഷിപ്പിന്റെ ആശീർവാദം നമ്മൾ ഏറ്റുവാങ്ങാൻ പോവുക. പ്രാർത്ഥനയോടെ മക്കൾ മുട്ടിമേ നിന്നു. അതാ വലിയൊരു കാരണം വിശുദ്ധ അന്തോനീസിലൂടെ നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോവുക. ലോകത്തിൽ എവിടെയായിരുന്നാലും ശരി, ഏത് ഭൂഖണ്ഡത്തിലായിരുന്നാലും ശരി, ഗൾഫ് രാജ്യങ്ങളിൽ ഇരിക്കുന്നവര്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇരിക്കുന്നവര്, അമേരിക്കൻ രാജ്യങ്ങളിൽ ഇരിക്കുന്നവര്, ദൈവമക്കളെ, സൗത്ത് അമേരിക്കയിലൊക്കെ ഇരിക്കുന്ന മക്കള്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇരിക്കുന്ന മക്കള്, വിദേശത്തിലെ ഏത് രാജ്യത്തിരുന്നാലും ശരി, നിന്നിലേക്കൊരു അഭിഷേകം ഒഴുകാൻ പോവാ. നീ വിശ്വസിക്കുക. കർത്താവായ ദൈവമേ, വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ സംഭവിക്കാൻ അങ്ങയുടെ വരുത്തുന്നല്ലോ. ഈ സമയത്ത് പുണ്യവാന് തിരുശേഷം ശിരസ്സമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ചൊരിയണമേ. പരിസഭയുടെ ഫ്രാൻസിസ് പാപ്പായുടെ സെബാസ്റ്റ്യൻ പിതാവിന്റെ പിതാക്കന്മാരുടെ വൈദ്യയുടെ യേശു നാമത്തിൽ വിശുദ്ധ ഈ തിരുശേഷം ഉപയോഗിച്ച് ഈ മക്കളെ ആശീർവദിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ, അമേൻ, അമേൻ. അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് മക്കളെ. ഒരു പുതിയ കൃപ, ഒരു പുതിയ അഭിഷേകം ഇന്ന് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ. ഈ ആഴ്ച അനുഗ്രഹത്തിന്റെ, അത്ഭുതത്തിന്റെ, സൗഖ്യത്തിന്റെ, വിടുതലിന്റെ ആഴ്ചയാവട്ടെ. ദൈവം മഹത്വപ്പെടട്ടെ. ഹല്ലേലൂയ.